ജന്മാദ്യസ്യേതൊന്വയാദിതരദഃ സ്വാർത്ഥേഷ വിജ്ഞസ്വരാൺ തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഖ്യന്തി യൽസൂരയാ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോജ്ജിതകൈതവോത്രപരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷിഭിത്തൽക്ഷണാൽ നിഗമകൽപതരോർഗളിതം ഫലം ശുഗമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ. യം പ്രവ്രജന്തമനുപേതമഭേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേതു തം സർവഭൂതഹൃദയം മുനിമാനദോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകമദ്യാത്മദീപമതിതീർത്തിഷതാം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേൽ. അഹമേവാസമേവാഗ്രേ നാന്യൽ സദസൽപരം പശ്ചാദഹം യതേതച്ച യോവശിഷ്യേതസോസ്മ്യഹം. ഹൃദയർത്ഥം യൽ പ്രദീയേത ന പ്രദീയേത ചാത്മനി തൽവിദ്യാ ആത്മനോ മായാം യഥാ ഭാസോ യഥാ തമ. യഥാ മഹാന്തി ഭൂതാനി ഭൂതേഷു ചാവചക്ഷനു പ്രവിഷ്ടാന്യപ്രവിഷ്ടാനി തഥാ തേഷു ന തേഷുഹം. ഏതാവതേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മന അന്വയവ്യതിരേകാഭ്യാം യൽസ്യാ സർവത്ര സർവദാ. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാം ഉദ്ധരഭവാർണവാത്. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവ ഹി സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോയം സഫല സർവദാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ കേശവ. ശുഗരൂപപ്രബോധജ്ഞ സർവശാസ്ത്രവിശാരദ ഏതൽ കഥാപ്രകാശേന മത അജ്ഞാനം വിനാശയാ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതത്തിൽ കപിലാവതാരം എന്നുള്ള ഒരു പ്രകരണം പറയാനാണ് നമുക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലാണ് താമസിക്കുന്നത്. മഹാദേവൻ്റെ മുന്നിൽ ആദ്യമായിട്ടാണ് ഈ സത്രത്തിന് വേണ്ടിയിട്ട് അന്ന് നാരായണീയ ദിവസം വന്ന് നാരായണീയ പാരായണം ചെയ്യാനുള്ളൊരവസരം മഹാദേവൻ ഒരുക്കി തന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യമാണ് ശ്രീമദ് ഭാഗവതത്തിൽ ഈ ഗുരുവായൂർ വെച്ച് നടത്തുന്ന സത്രത്തിലും ഒരു പ്രഭാഷണത്തിന് ഒരു അനുവാദം തന്നിട്ടുള്ള മഹാദേവൻ്റെ തൃക്കാൽക്കലും ഇതിൻ്റെ സംഘാടകരോടും അതിയായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പ്രഭാഷണ വിഷയത്തിലേക്ക് പ്രവേശിക്കണം. ശ്രീമദ് ഭാഗവതത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നിട്ടുള്ള വിഷയം വരാഹാവതാരം ആയിരിക്കാനാണ് സാധ്യത. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ടുള്ള 3-4 പ്രഭാഷണം വേറെ സബ്ജക്റ്റാണ്. അപ്പോൾ വരാഹാവതാരം ഭഗവാൻ എന്തിനെടുത്തു എന്ന് ചോദിച്ചാൽ വരാ അഹം ഒട്ടും ഉണ്ടാവരുത് നമുക്കൊന്നും.
ആ വരാഹാവതാരം ഭഗവാൻ എടുത്തു വന്ന് ഭൂമിയെ ഉദ്ധരിച്ച് രസാതലത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന് തൻ്റെ തേറ്റമേൽ കൊണ്ടുവന്ന് തൻ്റെ യോഗ പ്രഭാവം കൊണ്ട് ഭൂമിയിൽ സൃഷ്ടിച്ചവിടെ വെച്ചു. എന്താണ് കാരണം? ബ്രഹ്മാവിനൊരാവശ്യം ഉണ്ടായിരുന്നു. എന്താ? പ്രജാസൃഷ്ടി വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഈ പ്രജാസൃഷ്ടി വർദ്ധിപ്പിക്കാൻ വേണ്ടി ബ്രഹ്മാവ് നോക്കിയപ്പോൾ ഭൂമിയെ കാണാനില്ലാതെ തൻ്റെ പ്രജകളെ എങ്ങനെ സൃഷ്ടിക്കും? അപ്പോഴാണ് ആ ഭൂമിയെ ഉദ്ധരിച്ച് വന്നത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ബ്രഹ്മാവിന് പ്രജാസൃഷ്ടി നടത്താനുള്ള ആ അനുവാദം ഭഗവാൻ കൊടുക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അനേകം സൃഷ്ടികളെ ബ്രഹ്മാവ് സൃഷ്ടിച്ചു. തൻ്റെ മാനസപുത്രന്മാർ തന്നെ വംശവർദ്ധവിനെ പറ്റി പറഞ്ഞപ്പോൾ തങ്ങൾക്ക് അതിന് സാധ്യമല്ല എന്ന് പറയുകൊണ്ടാണ് ഭഗവാനെ എന്ത് എടുക്കേണ്ടി വന്നത്? വരാഹാവതാരം എടുക്കേണ്ടി വന്നത് എന്ന്. പക്ഷെ പ്രജാസൃഷ്ടി ഇന്ന് ഈ ലോകത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. അല്ലെങ്കിൽ ഇപ്പം നമ്മളൊന്നും ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കില്ലല്ലോ. അപ്പോൾ ആ പ്രജാസൃഷ്ടി വർദ്ധിക്കാൻ വേണ്ടി ബ്രഹ്മാവിന് നിർദ്ദേശം കൊടുത്തിട്ടുള്ള ഭഗവാൻ ബ്രഹ്മാവിനോട് പല പ്രാവശ്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ബ്രഹ്മാവേ, തനിക്ക് അങ്ങനെ ഒരു അഹങ്കാരമൊന്നും വേണ്ട കേട്ടോ, ഞാനാണ് ഈ ലോകത്തിലുള്ള എല്ലാ പ്രജകളെയും സൃഷ്ടിക്കണമെന്നുള്ളത്. കാരണം അങ്ങേ ഒരു ഉപാധിയാക്കി ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ എന്നെ മനസ്സിൽ ധ്യാനിച്ച് ചെയ്തോളൂ, എന്നാൽ നേരെയാവും, അല്ലെങ്കിലോ വല്ല പോലെയൊക്കെ ആവും. അതുകൊണ്ടാണ് ചില സമയത്തൊക്കെ അങ്ങേക്ക് തെറ്റ് പറ്റണത്. അതുകൊണ്ട് പ്രജാസൃഷ്ടി വേണ്ട പോലെ ആയിക്കോട്ടെ എന്നും പറഞ്ഞിരുന്ന സമയത്താണ് ആ ബ്രഹ്മാവിന് താൻ സൃഷ്ടിച്ച പ്രജകളെ ഒന്നും വേണ്ട പോലെ ആയില്ലേ എന്നുള്ളൊരു തോന്നൽ വന്നപ്പോഴാണ് തൻ്റെ തന്നെ ശരീരം രണ്ടായി പകുത്തു. അതിന്ന് മനു ശതരൂപ, ഒരു പുരുഷരൂപം ഒരു സ്ത്രീ രൂപം. സാധാരണ പ്രജാസൃഷ്ടി നടത്തണമെന്നുണ്ടെങ്കിൽ അനുഭവവേദ്യമാകേണ്ടുന്ന ഒരു പ്രക്രിയ തന്നെയാണ് അവിടെ സംഭവിച്ചതെന്നുള്ളതാണ്. കാരണം മനുവും ശതരൂപിയും കൂടി കണ്ടപ്പോൾ അവർക്ക് തമ്മിൽ ഒരിഷ്ടം തോന്നി. ഒരിഷ്ടം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ ഇഷ്ടം തോന്നി. അതിനോടുകൂടി എന്ത് ചെയ്തു? അവരെ പ്രജാസൃഷ്ടി ചെയ്യാനുള്ള ഉത്തരവാദിത്വം ബ്രഹ്മാവ് അവർക്ക് കൊടുത്തു. അങ്ങനെ മനുവും ശതരൂപയും കൂടി പ്രജാസൃഷ്ടി വർദ്ധിപ്പിക്കുമ്പോൾ അവർക്കതിൽ 2 പുത്രന്മാരും 3 പുത്രിമാരും ജനിച്ചു. ഉത്താനപാദൻ, പ്രിയവ്രതൻ, ആകൂതി, ദേവഹൂതി, പ്രസൂതി. ഇങ്ങനെ 3 പെൺകുട്ടികളും 2 ആൺകുട്ടികളും ആർക്ക് ജനിച്ചു? സ്വയംഭൂ മനുവിനും ശതരൂപയ്ക്കും. ഈ സ്വയംഭൂ മനുവാണ് ഇപ്പോൾ ഈ ഭൂമിയുടെ മൊത്തം അധിപൻ. നമുക്കൊക്കെയോ 1 വീട്, 2 വീട്, 3 വീട്, 4 വീട് ഇത്രയൊക്കെ ഉണ്ടാകുമ്പോഴേക്കും തന്നെ നമുക്ക് എന്തായി? വാസ്തവത്തിൽ അത്രയൊക്കെ ആവശ്യമുണ്ടോ? പ്രജാസൃഷ്ടി ചെയ്യുന്ന ബ്രഹ്മാവിന് അത് ആവശ്യമായിരുന്നു, അവരുടെ മക്കൾക്കും അത് ആവശ്യമില്ല. അവിടുന്ന് ഇങ്ങോട്ട് നമുക്ക് കിട്ടി വന്നതാണ് ഈ കാണുന്ന നമ്മൾക്കും ഇപ്പോൾ ഓരോരുത്തർക്കും എത്ര 5ഉം 8ഉം വീടും അല്ലെങ്കിൽ ഒരു ഗ്രാമം തന്നെ സ്വന്തമുള്ളതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? വാസ്തവത്തിൽ ചിന്തിച്ചതൊക്കെ നമ്മളുടെയാണോ? അല്ല എന്നുള്ളത് നമ്മൾ ഒറ്റ വാക്കിൽ പറയണം. നമ്മളൊക്കെ ഇവിടെ വന്നിട്ടുള്ളേ ചില വാടകക്കാരാണ് എന്നാണ്. അപ്പോൾ നമ്മൾ വാടകയ്ക്കല്ലല്ലോ താമസിക്കുന്നത്. നമുക്കങ്ങനെ തോന്നും, നമ്മൾ വാടകയ്ക്കല്ല താമസിക്കുന്നത്, നമ്മുടെ സ്വന്തം വീടാണ്. പക്ഷേ ആലോചിച്ച് നോക്കിയാൽ നമ്മളുടേതാണോ? അപ്പോൾ എവിടുന്നാണ് ഈ ഭൂമി വന്നത് എന്നുള്ളത് അടക്കം നമ്മൾ ചിന്തിക്കാതെയാണ് നമ്മൾ പലതും പ്രവർത്തിച്ച് കൂട്ടണത് ഈ ഭൂമിയിൽ. അങ്ങനെ ശതരൂപയും മനുവിനും 5 കുട്ടികളുണ്ടായി. ഈ 5 കുട്ടികളിൽ 3ാമത്തെ കുട്ടിയായിട്ടുള്ള ദേവഹൂതിയുടെ കഥ പറയാനാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. ആരോട് എന്ന് ചോദിച്ചാൽ വിതുര മഹാശയൻ മൈത്രേയ മഹർഷിയോട്, എന്ന മാതിരി ശൗനകാദി ഋഷീശ്വരന്മാർ സൂത മഹാശയനോട്, ശ്രീശുക ബ്രഹ്മർഷിയോട് പരീക്ഷിത്ത് മഹാരാജാവ്. അത് തന്നെ നമ്മളിവിടെ ഭാഗവതം പറയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിതുര മഹാശയൻ മൈത്രേയ മഹർഷിയോട് ചോദിക്കുന്ന ഉത്തരമായിട്ടാണ് നമുക്ക് തൃതീയ സ്കന്ധത്തിലെ 21ാമത്തെ അധ്യായം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ മുമ്പേ ആയിട്ട് ശൗനക ഋഷീശ്വരന്മാർ 20ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാം. ശൗനകാദി ഋഷീശ്വരന്മാർ സൂതമഹാശയനോട് നൈമിഷാരണ്യത്തിലിരുന്ന് ഇതേ ചോദ്യം തന്നെ ചോദിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഭൂമി ഉണ്ടായെന്നും എങ്ങനെയാണ് ഈ വംശം
നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ടായി എന്നുള്ളതും എല്ലതും എനിക്ക് പറഞ്ഞു തരണമെന്ന് പറയുമ്പോഴാണ് ഏതാണ് ചോദിച്ച് ആ ചോദ്യത്തിന് ഉത്തരമാണ് പറയേണ്ടതുള്ളൂ ആർക്ക്? ഇതേമാതിരിയുള്ള മഹാശയന്മാർക്ക് എന്നുള്ള. അപ്പോൾ ശൗനകാദി ഋഷീശ്വരന്മാരുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ആദ്യം തന്നെ മധ്യമപുത്രിയായിട്ടുള്ള ദേവഹൂതിയുടെ കഥ പറയാൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇവിടെ പറയണത്. എന്നാൽ 2 പുത്രന്മാർ വേറെയുണ്ട്. അത് നമുക്ക് കാണുന്ന പ്രിയവ്രതൻ്റെ ചരിത്രം നമുക്ക് കാണണമെങ്കിൽ പഞ്ചമസ്കന്ധത്തിൽ പ്രഥമ അധ്യായത്തിലാണ് അദ്ദേഹത്തിനെ പറ്റി പറയണുള്ളൂ. എന്നമാതിരി ധ്രുവചരിതം വരുമ്പോഴാണ് ഉത്താനപാദ മഹാരാജാവിൻ്റെ ചതുർത്ഥ സ്കന്ധത്തിലാണ് പറയുന്നുള്ളൂ. ഇവിടെ അതിൻ്റെയൊക്കെ മുമ്പ് തന്നെ ഈ വേറെയും 2 പെൺകുട്ടികളുണ്ട്. ഒരു ആകൂതി, ദേവഹൂതി, പ്രസൂതി. പക്ഷേ ആ ചേച്ചിയുടെ അല്ലെങ്കിൽ ഏട്ടത്തിയുടെ കഥയൊക്കെ പറയണതിൻ്റെ മുമ്പ് തന്നെ ദേവഹൂതിയുടെ കഥ പറയാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. എന്ത്? കപിലാവതാരമാണ് നമുക്ക് സബ്ജക്റ്റ് വിഷയം. ആ കപിലാവതാരത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ദേവഹൂതിയുടെയും കർദമ പ്രജാപതിയുടെയും ആ കാര്യം ഇവിടെ പറയണം എന്നുള്ള. അപ്പം മനുവംശം വിസ്തരിച്ച് പറഞ്ഞ ശേഷമാണ് ദേവഹൂതിയുടെ ഒരു കല്യാണക്കഥ പറയണത്. അപ്പോൾ കല്യാണക്കഥ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഉണ്ട് കല്യാണം, അല്ലേ? എല്ലാവർക്കും കേട്ടാൻ എന്താ പറയുക ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ് കല്യാണക്കഥ. അവനവൻ്റെ കല്യാണക്കഥ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ മരിക്കുന്നവരെ പേരക്കുട്ടികളോടും അതിൻ്റെ കുട്ടികളോടൊക്കെ ഇരുന്ന് പറയാൻ മുത്തശ്ശിമാർക്കൊക്കെ വലിയ കൗതുകമാണ്, അല്ലേ? അപ്പോൾ കല്യാണക്കഥ കേൾക്കാനാണ് ഇവിടെ ശൗനകാദി ഋഷീശ്വരന്മാർ ആവശ്യപ്പെട്ടത്. അതിനനുസരിച്ച് ആ സൂതമഹാശയൻ ആ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്നുള്ളതാണ് നമുക്ക് തൃതീയ സ്കന്ധത്തിൽ 20ാമത്തെ അധ്യായത്തിൽ കാണാൻ കഴിയുന്നത്. ബ്രഹ്മാവിൻ്റെ ഛായയിൽ നിന്നുണ്ടായിട്ടുള്ള കർദമ പ്രജാപതി. ഇപ്പോൾ ബ്രഹ്മാവ് സൃഷ്ടികൾ വർദ്ധിപ്പിച്ച് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ എല്ലാ അംഗോപാംഗങ്ങളിൽ നിന്നും പ്രജകളെ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ അതാണ് ഛായയിൽ നിന്നുണ്ടായ കർദമ പ്രജാപതി എന്ന് പറയാൻ. അപ്പോൾ നമുക്ക് ദക്ഷിണയൊക്കെ അറിയാം, ഇല്ലേ? അങ്കുഷ്ടത്തിൽ നിന്നുണ്ടായത്. അങ്ങനെ പല ഒരു എന്താ പറയുക പ്രജാസൃഷ്ടിയും ഈ വരാഹാവതാരം കേട്ടതിൻ്റെ ശേഷം നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാലസ്വരൂപനായ ഈശ്വരൻ്റെ പ്രേരണ നിമിത്തം മഹത്തത്വം രജോ ഗുണപ്രധാനമായി തീർന്നു. ഈ ത്രിഗുണാത്മകമായ അഹന്തത്വവും ആകാശാദി പഞ്ചഭൂതങ്ങളും പഞ്ചവിഷയങ്ങളും നേത്രാദികളായ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും വാക്യാദികളായ പഞ്ചകർമ്മേന്ദ്രിയങ്ങളും ഇങ്ങനെ അയ്യഞ്ചായിട്ട് ഉണ്ടായി വന്നു. സ്വർണ്ണമയമായിട്ടുള്ള ഒരു അണ്ഡമായി അചേതനമായ ഈ അണ്ഡം 1000 സംവത്സരക്കാലം ജലത്തിൽ കിടന്നു. അങ്ങനെ ജലത്തിൽ കിടക്കുന്ന ആ സ്വരൂപത്തിനെയാണ് നമ്മൾ എന്ത് പറയണത്? നാരത്തിൽ ശൈക്യ കാരണം നാരായണൻ എന്ന് പറയണത്. അപ്പം നമ്മൾ ആരെങ്കിലും ആണോ ഇവിടെ ഈ ലോകം സൃഷ്ടിച്ചത്? അല്ല. നമ്മൾ വരുന്നതിന് മുന്നും നമ്മൾ വന്നതിന് ശേഷം നമ്മളിപ്പോൾ ജീവിക്കുന്ന സമയത്തും നമ്മളിവിടുന്ന് പോയി കഴിഞ്ഞതിന് ശേഷം അവശേഷിക്കുന്നത് ആരോ? അത് നാരായണൻ. അപ്പോൾ സർവ്വവിധ ജീവജാലങ്ങൾക്കും തൻ്റെ തന്നെ ആ ഒരു ചൈതന്യം അതിലേക്ക് ആവാഹിക്കുമ്പോൾ മാത്രമാണ് അതിന് ചേതനമായി തീരുക. അല്ലെങ്കിൽ അചേതനമായിട്ടുള്ളൊരു വസ്തുവാണത്. അതിന് ചേതന വരുന്നത് എവിടുന്നാണ്? സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. അതല്ലെങ്കിൽ ഇപ്പോൾ ഈ പ്രജകളൊക്കെ നമ്മൾ സൃഷ്ടിക്കുമ്പോൾ നമുക്ക് കാണാം 1 മാസം 2 മാസം അല്ലെങ്കിൽ 10 മാസമായിട്ട് ഗർഭസ്ഥ ശിശുവായി മരിക്കണു, അല്ലെങ്കിൽ പുറത്ത് വന്ന ഉടനെ മരിക്കണു. ഇതൊക്കെ ഉണ്ട്. പ്രഹ്ലാദൻ ഇവിടെ പറയുന്നുണ്ട്, ഒരു അച്ഛനും അമ്മയാണ് ഒരു കുട്ടികളെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ കുട്ടികൾ ആ ഗർഭസ്ഥ ശിശുവായുമ്പോൾ മരിക്കുന്നു? നമ്മളതിനെപ്പറ്റി ചിന്തിക്കണില്ലേ? അപ്പോൾ അച്ഛനും അമ്മയാണോ ഇവിടെ രക്ഷിതാവ്? അല്ല. ആരാ രക്ഷിതാവ്? സാക്ഷാൽ ആ പരബ്രഹ്മസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ. ആ ഭഗവാനാണ് ഇവിടെ എല്ലാ വസ്തുക്കളുടെയും എല്ലാ ജീവജാലങ്ങളുടെയും സ്ഥാവര ജംഗമങ്ങളുടെ ഒക്കെ നിദാനമായിട്ടുള്ള ആ ഒരു സൃഷ്ടികർത്താവ് ആരാണ്? ഭഗവാനാണ്. ബ്രഹ്മാവിനെ ഇവിടെ ഒരു ചട്ടുകത്തിൻ്റെ വാലായി അവിടെ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നുള്ള. അങ്ങനെ ഈ ബ്രഹ്മാവിൻ്റെ ഛായയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള കർദമ പ്രജാപതി അഷ്ടാക്ഷര മന്ത്രം കൊണ്ട് ഭഗവാനെ തപസ് ചെയ്തു. അപ്പോൾ നമുക്കൊക്കെ പറ്റുന്നൊരു വിഡ്ഢിത്തരം എന്താണെന്നുണ്ടെങ്കിൽ പല നാമങ്ങളറിയാം നമുക്ക്, പല രൂപങ്ങളറിയാം നമുക്ക്, ഇല്ലേ? പല രൂപങ്ങളെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഈ കാണുന്നതൊക്കെയും ഈശ്വരൻ തന്നെയാണ്, അല്ലാന്നല്ല. പക്ഷേ നമ്മൾ രാമരൂപങ്ങളെ കൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ഭഗവാന്മാരെ മനസ്സിലാക്കാനുള്ള ഒരു ഉപാധിയായിട്ട് നമ്മൾ കണ്ടുപിടിച്ചതാണത്. നാമം രൂപം. വാസ്തവത്തിൽ ഈ നാമം രൂപം ഉണ്ടോ ഈ ഭഗവാന്? ഇല്ല. അതാണ് അചേതനമായിട്ടുള്ള ഒരു അണ്ഡം.
എല്ലാ സൃഷ്ടികളെയും അതിലേക്ക് ആക്കി തൻ്റെ ചേതന അതിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ മാത്രമാണ് ചലിക്കാൻ സാധിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള ഈ കർദമ പ്രജാപതി അഷ്ടാക്ഷര മന്ത്രം കൊണ്ട് എന്തു ചെയ്തു? ഭഗവാനെ, അപ്പോൾ ഏതെങ്കിലും ഒരു മന്ത്രം, ഏതെങ്കിലും ഒരു രൂപം, ഇതാണെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ മാർഗമുള്ളൂ കേട്ടോ. പിന്നെ അതിൽ നിന്നൊക്കെ നമ്മൾ അതിക്രമിച്ച് നമ്മൾ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതല്ലാതെ പല രൂപങ്ങളും പല നാമങ്ങളും കൂടി വന്നാൽ എന്തായി? സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി, അതെല്ലാവർക്കും അറിയാം. ഏത് ദേവനെ നമസ്കരിച്ചാലും ചെന്നെത്തണത് സാക്ഷാൽ ഭഗവാനിലാണെന്നറിയാം. പക്ഷേ ആദ്യം തന്നെ നമ്മൾ ഈ കോണിപ്പടി കയറാതെ ലിഫ്റ്റുള്ള മാർഗം നമുക്കുണ്ടെങ്കിൽ അത് സ്വീകരിച്ചാൽ പോരെ. അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം, അറിഞ്ഞു കഴിഞ്ഞും നമ്മളതിൽ നിൽക്കരുത്. അതിനാണ് ഈ കർദമ പ്രജാപതി എന്ത് ചെയ്ത്? അഷ്ടാക്ഷര മന്ത്രം കൊണ്ട് മാത്രമാണ് ക്രിയായോഗം ഭഗവാനെ ഇങ്ങനെ പൂജിക്കുക. അതിൽ അദ്ദേഹത്തിനൊരു പ്രത്യേക സന്തോഷം. ഭഗവാനെ പൂജിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, ഭഗവാന്റെ ക്ഷേത്രപ്രദക്ഷിണം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്നത് എങ്ങനെയാണ്? നമ്മളുടെ ഓരോ അവയവത്തിലൂടെയാണ് അല്ലേ? ബുദ്ധി നന്നായി പ്രവർത്തിച്ചാലല്ലേ നമുക്ക് നാമം ചെല്ലാൻ പറ്റൂ. നാമം ചെല്ലുമ്പോഴല്ലേ നമുക്ക് ക്ഷേത്രത്തിൽ പോകണം എന്ന് തോന്നുള്ളൂ. അപ്പോൾ എന്തായി? കാലുകൾ അവിടേക്ക് വരികയായി. പൂജ ചെയ്യണം എന്ന് തോന്നുമ്പോഴല്ലേ നമ്മളുടെ കയ്യെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. പ്രഭൂതാദിവ്യാദിപ്രസഭചലിതേ മാമകൃതി ത്വദീയം തൽരൂപം അല്ലേ? പട്ടരിപ്പാട് വേണ്ട പോലെ നമുക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്. കയ്യും കാലും ബുദ്ധിയും ശിരസ്സും എല്ലാം നമുക്ക് ഭഗവാന് സേവിക്കാൻ വേണ്ടിയിട്ടുള്ളതാവണം. നമ്മുടെ മനസ്സും ബുദ്ധിയും ഒക്കെ. മനസ്സിനെ മാത്രമാണ് നമുക്ക് പിടികിട്ടാതിരിക്കുള്ളൂ. അതിനാണ് മനസ്സ് പിടിവിട്ട് പോകുമ്പോൾ ബുദ്ധിയെ അതിൽ ഉറപ്പിച്ച് നിർത്തുമ്പോൾ മനസ്സിന് കളിക്കാൻ പറ്റില്ല. നീ എത്ര കിടന്ന് ചാടി കളിച്ചാലും കുതിരയെ പോലെയാണ്, ചാടും ഓടും കുരങ്ങനെ പോലെയാണ്. അതിനെ പിടിച്ചു നിർത്താൻ ബുദ്ധിക്ക് കഴിവുണ്ടെങ്കിൽ എന്താ? മനസ്സ് പരിധി വിട്ട് പോവില്ല. ഇതിനാണ് അദ്ദേഹം എന്ത് ചെയ്തേ? ക്രിയായോഗം അല്ലെങ്കിൽ എന്താ പറയുക, അഷ്ടാക്ഷര മന്ത്രം തിരഞ്ഞെടുത്തു. ഈ അഷ്ടാക്ഷര മന്ത്രം കൊണ്ട് ഭഗവാൻ എങ്ങനെ സദാ പൂജിച്ചും കൊണ്ടിരിക്കുക. കാട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ഉഗ്രതപസ്. പിന്നെ ഇനിയാണ് രസം, എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ പൂജിച്ചതെന്ന് ചോദിച്ചാൽ, മോക്ഷം കിട്ടാനാണോ? മോക്ഷദാതാവായിരിക്കുന്ന ഭഗവാനെ പൂജിക്കുമ്പോൾ ഇദ്ദേഹം ആഗ്രഹിച്ചത് നല്ലൊരു ഗൃഹസ്ഥാശ്രമം കിട്ടണം എന്നാണ്. അപ്പോൾ അതെന്തേ ഈ കർദമ പ്രജ? അപ്പോൾ ഗൃഹസ്ഥാശ്രമികൾക്ക് വേണ്ട ഏറ്റവും നല്ലൊരു പ്രകരണമാണ് സാക്ഷാൽ മഹാദേവൻ എനിക്ക് തിരഞ്ഞെടുത്ത് തന്നിരുന്നത്. ഗൃഹസ്ഥാശ്രമികൾ എങ്ങനെയായിരിക്കണം? ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗൃഹസ്ഥാശ്രമം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് വിജയിക്കാൻ സാധിക്കുമോ? ഇല്ല. വഴിയിൽ വെച്ച് പലതും നമുക്ക് സംഭവിക്കും അല്ലേ? നമ്മൾ നടന്നു പോരുന്ന ഒരു വഴിയിൽ വെച്ചിട്ട് പട്ടി വരും, അല്ലെങ്കിൽ പൂച്ച വരും, എലി വരും, അത് വരും. അതിനൊക്കെ തരണം ചെയ്ത് പോകണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ബുദ്ധി ആ മാർഗത്തിലേക്ക് വഴി നയിച്ചു തരുന്ന ആ ഈശ്വരനിൽ ഉറപ്പിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുള്ളൂ എന്നുള്ള ഇതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ആര്? കർദമ പ്രജാപതി. ആ കർദമ പ്രജാപതി ഭഗവാനോട് ആവശ്യപ്പെട്ട കാര്യം എന്താ? ഭജിക്കുമ്പോൾ അല്ലെങ്കിൽ പൂജിക്കുമ്പോൾ എനിക്ക് നല്ലൊരു ഗൃഹസ്ഥാശ്രമം കിട്ടണേ എന്ന്. എന്നാൽ കാണാൻ സുന്ദരനാണോ? അല്ല. എന്താ കാരണം? കാട്ടിലാണ് താമസം. അവിടെ ഒരു മരൗരിയാണ് ഉടുത്തിറണത്. ഒരു കുടില് കെട്ടിയിട്ട് അവിടെയാണ് താമസിക്കുന്നത്. ഭക്ഷണം നമ്മൾ കഴിക്കണമാതിരി നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ടോ? അതുമില്ല. കാട്ടിൽ നിന്ന് കിട്ടുന്ന പഴങ്ങളാണ്, ചോലയിലെ വെള്ളമാണ് കുടിക്കുന്നത്. പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സും ബുദ്ധിയും ഈശ്വരനിൽ ഉറപ്പിച്ചു. അപ്പം നല്ല ആഹാരം, നല്ല ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാനിൽ ഉറപ്പിച്ച് നിർത്താനുള്ള ബുദ്ധി നമുക്ക് കിട്ടുള്ളൂ. സാത്വികമായിട്ടുള്ള ആഹാരം, സാത്വികമായിട്ടുള്ള ഭാഷണം, സാത്വികമായിട്ടുള്ള ഭക്ഷണം, ഇതുകൊണ്ടൊക്കെയാണ് നമുക്ക് ഭഗവാനിൽ നമ്മുടെ ബുദ്ധിയെ ഉറപ്പിച്ച് നിർത്താൻ പറ്റില്ല. ഇത് തികഞ്ഞ ആളായിരുന്നു ആര്? കർദമ പ്രജാപതി. ഭഗവാന് സങ്കടമായി എന്നാണ് പറയണത്. എന്തിനാ? യഥാപസങ്കടം. മിനിയാൻ നമ്മൾ ഗജേന്ദ്രമോക്ഷം പറയുമ്പോൾ ഉണ്ടായി. ഗജേന്ദ്രന് താൻ അനുഭവിക്കുന്നത് എന്താണെന്നറിയാതെ യഥാപസങ്കടം. ഒരു ആനയാണ്, എന്നിട്ടും കൂടി സങ്കടം വരണു. എന്തുകൊണ്ടാണ് ഞാൻ ഇത് അനുഭവിക്കേണ്ടി വന്നേ? അങ്ങനെ ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശ്വരനും ചിലപ്പോൾ സങ്കടം വരും. ആ സങ്കടം വരുമ്പോഴാണ് തൻ്റെ ഭക്തനാണോ എങ്കിൽ ഭഗവാൻ രക്ഷിക്കാൻ അവിടെ എത്തിയിരിക്കുന്ന. അപ്പം വന്നു ഭഗവാന് കണ്ടിട്ട്, അദ്ദേഹത്തിൻ്റെ തപസ് കണ്ടിട്ട്, തന്നെ പൂജിക്കണ രീതി കണ്ടിട്ട്, തൻ്റെ അഷ്ടാക്ഷരമന്ത്രം എത്ര ഉരുവാണ് ജപിക്കണമെന്ന് അറിയണില്ല.
നമുക്കൊക്കെ അറിയാമല്ലേ, ഇവിടെ തുലാമാസം കന്നിമാസം 1-ാം തീയതി തൊട്ട് 12-ാം തീയതി വരെ എത്ര പ്രാവശ്യമാണ് നമ്മൾ വിഷ്ണു സഹസ്രനാമം ജപിക്കണത് അല്ലേ, ഗുരുവായൂരൊക്കെ ശാന്തിമാർ. അപ്പം ഇത് എത്ര ജപിച്ചാലും നമുക്ക് മതിയെന്ന് തോന്നരുത് എന്ന്. എന്നിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ല. എന്താ കാരണം? നമ്മുടെ പ്രാരബ്ധത്തിൻ്റെ വലിപ്പാണ്. അതുകൊണ്ടാണ് അദ്ദേഹം എല്ലാം വിട്ടിട്ട് കാട്ടിൽ പോയിരുന്നു തപസ്. അവിടെ ആരും തന്നെ ഉപദ്രവിക്കാനില്ല. അങ്ങനെ ഭഗവാന് സങ്കടമായി. ഭഗവാൻ വന്നു, ഗരുഡൻ്റെ പുറത്ത് കയറി വന്നു. തനിക്ക് തൻ്റെ ഭക്തൻ്റെ തപസ് കണ്ടപ്പോൾ കണ്ണിന്ന് ധാരധാര ആയിട്ട് അശ്രുക്കളങ്ങനെ വീണു. ഭഗവാന്റെ അശ്രുക്കൾ തന്നെയാണ് കേട്ടോ ഈ മഴയായിട്ട് നമുക്ക് കിട്ടണത്. സന്തോഷാശ്രു ആവാം, സങ്കടാശ്രു ആവാം. ഭഗവാന് സങ്കടമില്ല, പക്ഷേ ഭക്തൻ്റെ സങ്കടം ഭഗവാന്റെ സങ്കടം. ആ ഭക്തൻ്റെ ആ സന്തോഷത്തിലുള്ള ആ ഭജന കണ്ടപ്പോൾ ഭഗവാന്റെ കണ്ണിൽ നിന്ന് സന്തോഷാശ്രുക്കൾ അങ്ങനെ വീണു. എന്നിട്ട് അവിടെ 2 തടാകമായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ ഭഗവാൻ ആ ഭക്തനോടുള്ള കാരുണ്യം. ഈ തടാകം ആവശ്യം വരുന്നു ഭഗവാൻ അറിയാം. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, അനുഗ്രഹിച്ചു പോയി. താൻ എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചതെന്ന് മനസ്സിലായി എനിക്ക്. നല്ലൊരു ഗൃഹസ്ഥാശ്രമം, അനുരൂപയായിട്ടുള്ളൊരു കുട്ടി ഇവിടെ വരും. നമ്മൾ ഓടി നടക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ എന്ത് വന്ന് ചേരണം അത് ഭഗവാൻ ചേർത്തിരിക്കും. അത് വിവാഹമാവട്ടെ, വീടാവട്ടെ, കുടുംബമാവട്ടെ, സ്വത്താവട്ടെ, അല്ലെങ്കിൽ ജോലിയാവട്ടെ, മക്കളുടെ കല്യാണമാവട്ടെ, ഒന്നിനും നമ്മൾ പ്രവർത്തിക്കണം, വേണ്ടാന്നല്ല പറയണത്. ആ പ്രവർത്തനം നമ്മളുടെ ഭഗവാനിലേക്കാണെങ്കിൽ നമ്മളുടെ കണ്ണും കാതും കയ്യും കാലും ചെവിയും ഒക്കെ നമ്മൾ ഭഗവാനിൽ അർപ്പിച്ചിട്ടാണ് നമ്മൾ കർമ്മം ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മളുടെ മനസ്സ് ശുദ്ധമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ഭഗവാൻ എല്ലാ വാതിലുകളും തുറന്നിട്ട് തരും. അല്ലാണ്ട് മകരമാസം 1-ാം തീയതി തൊട്ട് 10-ാം ദിവസം വരെ മകരപ്പത്തിൽ മരിച്ചാലേ വൈകുണ്ഠം കിട്ടൂ അങ്ങനെ നിയമമൊന്നുമില്ല. അത് ഏതോ വിഡിത്തരം ഉള്ള ആൾക്കാർ പറഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ. നമ്മളെപ്പോഴും സദാ സൂക്ഷ്മമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ കഴിയുമ്പോഴും ഇത് ഭഗവാന്റെ അനുഗ്രഹമല്ലേ. നല്ലത് വരുമ്പോഴും ചീത്ത വരുമ്പോഴും എന്തെങ്കിലും വല്ല വ്യാകുലതകൾ വരുമ്പോഴും നമ്മൾ എന്താ പറയണത്? ഇത് ഭഗവാനെ ശിക്ഷിച്ചല്ലോ. ഒരിക്കലും അല്ല, ശിക്ഷ ഇല്ല ഭഗവാന്, രക്ഷിതാവാണ് ഭഗവാനുള്ള. ആ ഭഗവാൻ പറഞ്ഞു തൻ്റെ ആഗ്രഹം സബലീകരിക്കട്ടെ. തനിക്കുള്ള കുട്ടി ഒരു വിവാഹ ജീവിതമാണല്ലോ ആഗ്രഹിക്കണം. ഗൃഹസ്ഥാശ്രമം പറഞ്ഞാൽ വിവാഹ ജീവിതമാണല്ലോ. അതുകൊണ്ട് ഇവിടെ വന്നു ചേരുമെന്നും പറഞ്ഞ് ഭഗവാൻ അങ്ങോട്ട് മറഞ്ഞു പോയിപ്പോൾ ഭഗവാനും ഭക്തന് ഭഗവാനെ വിട്ട വേദന, ഭഗവാന് ഭക്തനെ വിട്ട വേദന. ഇതിൽ പരം ഭഗവാന് വേറൊരു ആളില്ല. എന്നെ ലക്ഷ്മി എന്നെ ശങ്കര, ഞാനൊക്കെ ഉപേക്ഷിക്കും. എനിക്ക് ശങ്കരനൊന്നുമല്ല, എനിക്ക് ലക്ഷ്മി എനിക്ക് ഒന്നുമല്ല. എൻ്റെ ഭക്തൻ അഹം ഭക്തപരാധീന കസ്വതന്ത്ര. ഭക്തൻ്റെ മുമ്പിൽ മാത്രമാണ് ഞാൻ ചെറുതാവുള്ളൂ എന്ന്. ചെറുതിൽ വെച്ച് ചെറുതും വലുതിൽ വെച്ച് വലുതുമായിട്ടുള്ള ഭഗവാൻ പറയാണ്, എൻ്റെ ഭക്തൻ്റെ മുന്നിൽ വേണമെങ്കിൽ ഞാൻ ഇത്രയും ചെറുതായി കാണിക്കുക. അവിടെ ഞാൻ ലക്ഷ്മിയെ ഞാൻ സ്വീകരിക്കില്ല, ശങ്കരനെ ഞാൻ മാറ്റി നിർത്തും. പക്ഷേ എൻ്റെ ഭക്തനെ ഞാൻ ഒരിക്കലും മാറ്റി നിർത്തില്ല. ഇതങ്ങനെ ആലോചിക്കുമ്പോൾ കർദമ പ്രജാപതിക്കും അറിയാം, ഭഗവാനും അറിയാം. രണ്ടാളും അങ്ങനെ വേദന കൂടി നമുക്ക് അതേല്ലോ, നമ്മളുടെ ഇഷ്ടപ്പെട്ട വല്ല കൂട്ടുകാരോ അല്ലെങ്കിൽ കുട്ടികളോ ഒക്കെ വന്ന് പോകുമ്പോൾ നമ്മളുടെ മനസ്സ്, പക്ഷെ അതിലൊന്നും നമ്മളുടെ മനസ്സ് കുടുങ്ങി പോവരുത്. അവരിൽ ഈശ്വര ചൈതന്യം കണ്ടിട്ട് ഈ ഭാവങ്ങളൊക്കെ നമ്മൾ അറിയുകയാണെങ്കിൽ നമുക്ക് ആ വേദനയും സങ്കടവും സന്തോഷവും ഒക്കെ നമുക്ക് അനുഭവിക്കാം. അതല്ല അത് വെറുതും പ്രാകൃതമായിട്ടുള്ളൊരു മനുഷ്യ ശിശു ആണെങ്കിലോ അതിനോട് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഒന്നും നമുക്ക് വേണ്ട. എല്ലാവരോടും ഒരു ഭഗവാൻ പറഞ്ഞ പോലെ ഒരു ഡിറ്റാച്ച്മെൻ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ ജീവിക്കാൻ സാധിക്കണം. അങ്ങനെ ഭഗവാൻ മറഞ്ഞുപോയി. കർദമ പ്രജാപതിക്ക് അനുരൂപയായിട്ടുള്ള കുട്ടിയാണ് ആര്? ഈ ശതരൂപ. ഈ ശതരൂപിയും കൊണ്ട് ശതരൂപയല്ല, ദേവഹൂതി. ദേവഹൂതിയെ മനുവും ശതരൂപിയും കൂടി അച്ഛനും അമ്മയും കൂടി കൊണ്ടുവന്നു ഇവിടെ ആക്കി കൊടുത്തു. അവിടെയാണ് നമ്മൾ ആതിഥ്യ മര്യാദ എന്താണെന്നുള്ളത്. വലിയ കൊട്ടാരല്ല, വലിയ ഒരു കാര്യങ്ങളും ഇല്ല അവിടെ അതിഥിയെ സ്വീകരിക്കാൻ. അദ്ദേഹം എന്താ ചെയ്തേ? തൻ്റെ ആശ്രമത്തിലുള്ള ഇരിപ്പിടം അവിടെ ശരിയാക്കി കൊടുത്തു. നമുക്കൊന്നും ഒട്ടുമില്ലാത്തൊരു കാര്യം അത്. പുറത്ത് നിർത്തി സംസാരിച്ച് പോവാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അതേ ചെയ്യൂ. അതിൽ തുറക്കുക പോലും ഇല്ല അല്ലേ? ഇന്നത്തെ കുട്ടികളൊക്കെ കേട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെ ഭാഗവത്തിൽ അല്ലേ? പണ്ടുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചെങ്കിലും ഒരു മാനും മര്യാദയും ഒക്കെ ഉണ്ടാവും എന്നുള്ള. ഇന്നതില്ല. ഒന്നെങ്കിൽ ഫോണിൽ സംസാരിച്ചിട്ടാണ് വരിക അല്ലേ? അതിഥികൾ വന്നാൽ എങ്ങനെ സ്വീകരിക്കണം എന്നുള്ള. ഇതിപ്പം ഉമ്മർത്ത് വന്ന് നമ്മളുടെ വീടിൻ്റെ ബെല്ലടിച്ച ശേഷവും ചിലപ്പോൾ ഫോണിൽ പറയുക, ബെല്ലടി കേട്ടില്ല ഫോണിൽ വിളിച്ചിട്ട് വരും. അപ്പോൾ ഇവിടെ ആതിഥ്യ മര്യാദ അത് കാണാൻ സാധിക്കേണ്ടതെന്നാണ്. വന്ന ആൾക്കാരോട് ചോദിച്ചു എന്താണ് ആഗമന ഉദ്ദേശം എന്നുള്ളത് നമ്മൾ ചോദിക്കണം. അവരെ വിളിച്ചിരുത്തിക്കഴിഞ്ഞ് ഒരു അതിഥിയെ എങ്ങനെ സൽക്കരിക്കണം എന്ന് നമുക്കവിടെ കർദമ പ്രജാപതി കാട്ടിൽ കാണിച്ചു തരുന്നുണ്ട്. അവരെ ഇരുത്തിക്കഴിഞ്ഞു. അവരുടെ ആഗമന ഉദ്ദേശം
എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, വന്ന കാര്യം എന്താ, ഇത് വേണം നമ്മളും ചെയ്യാനുള്ള. എന്നിട്ട് എന്ത് വേണം, എന്തെങ്കിലും ഒരു ചൂട് കാലത്ത് വരണമെന്നുണ്ടെങ്കിൽ നല്ല ഒരു തണുത്ത പാനീയം, അല്ല തണുപ്പ് കാലത്താണ് വന്നേച്ചാൽ ചൂടുള്ള എന്തെങ്കിലും ഒരു പാനീയം അത് കൊടുത്തു കഴിഞ്ഞ് ഈ വന്ന അതിഥി ഇരിക്കാൻ പറഞ്ഞാൽ ഗൃഹസ്ഥന് ഇരിക്കാനുള്ള അനുവാദമുള്ളൂ. അങ്ങനെ എന്തായാലും കർദമ്മ പ്രജാപതിക്ക് ഇതാരും പറഞ്ഞു കൊടുക്കണം, നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അദ്ദേഹം അതുപോലെയൊക്കെ ചെയ്തു. ആഗമന ഉദ്ദേശം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഈ കുട്ടിയെ വിവാഹം കഴിച്ച് തരണം എന്നുള്ളത് ഒരു നാരദ മഹർഷിയാണ് ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു നടക്കുന്നത്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ സവിധത്തിൽ എന്നുള്ളത് വേണമെങ്കിൽ പറയാം, അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണഗതിയിൽ ഒരു പെൺകുട്ടിയെ ഒരാൾക്ക് വിവാഹം കഴിച്ച് കൊടുക്കുമ്പോൾ ചോദിക്കും അല്ലേ, എന്താ കുട്ടി നിനക്കത് ഇഷ്ടമാണോ എന്ന്. ഏത് കാലത്ത്? പണ്ടത്തെ കാലത്ത് കുറവാണ് എന്ന് പറയൂ. അച്ഛനും അമ്മയും തീരുമാനിച്ച വിവാഹത്തിന് മനസ്സ് സമ്മതമില്ലാതെ തന്നെ മൂളേണ്ടി വരികയാണ് നമുക്ക്. കാരണം നമുക്ക് അന്നൊന്നും 8ഉം 10ഉം കുട്ടികളൊക്കെ ഉള്ള ജീവിതമാകുമ്പോൾ ഒരു പക്ഷേ നമുക്ക് എതിർത്ത് നിൽക്കാൻ സാധിച്ചു എന്ന് വരില്ല. ഇവരെന്ത് പറഞ്ഞു അതനുസരിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു നമ്മളുടെ കർത്തവ്യം, നമ്മുടെ കർമ്മം അല്ലേ. അതനുസരിച്ച് ജീവിച്ച് ചിലതൊക്കെ വിജയിച്ചു, ചിലതൊക്കെ മോശപ്പെട്ടു പോയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഇന്നത്തെ കുട്ടികൾക്ക് എന്തായി, സ്വാതന്ത്ര്യം കൂടി എന്നുള്ളതാണ്. അവർക്ക് ഇഷ്ടമുള്ള ഒരു കണക്കിന് നല്ല കാര്യമാണ്. കാരണം ഇഷ്ടമുള്ള ഒരു തുണയെ സ്വീകരിച്ചു വന്നാൽ അച്ഛനും അമ്മയ്ക്കും ഭാരം കുറഞ്ഞു. ഇതല്ല, അച്ഛനും അമ്മയും കുട്ടിയും കൂടിയിട്ടാണ് വന്നിറക്കണം. അപ്പോൾ ഈ സാധാരണ രീതിയിൽ പെൺകുട്ടിയോട് ചോദിക്കേണ്ട ഒരു മര്യാദ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഭാഗവത്തിൽ കാണുന്നുണ്ട്. പക്ഷെ നമ്മളോടൊക്കെ അത് നമ്മളുടെ അച്ഛനും അമ്മയും ചോദിച്ചാൽ ചിലപ്പോൾ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അവരാണ് തീരുമാനം എടുക്കാനുള്ള ആൾക്കാരുണ്ടായിരുന്നത്. ഭാഗവതമൊന്നും പഠിച്ചിട്ടുണ്ടാവില്ലേ. ഇവിടെ അങ്ങനെ ഒരു കാര്യം കാണാണ്ട് അവിടെ. ഈ കുട്ടി പറഞ്ഞു എനിക്കിഷ്ടമാണെന്ന്. ഈ കുട്ടിയെ പറ്റിയൊന്ന് ആലോചിച്ചോ. സ്വയംഭൂവനം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ മൊത്തം അധിപനാണ്. ഈ കാണുന്ന എല്ലാം 14 ലോകം തന്നെ വേണമെങ്കിൽ പറയാം, മുഴുവനും ഭഗവാനാണ് വിട്ടുകൊടുത്തർക്ക്. ആരൊക്കെ? തൻ്റെ മകനായിട്ടുള്ള ബ്രഹ്മാവിന്. ആ ബ്രഹ്മാവ് വിട്ടുകൊടുത്തർക്ക് ആരൊക്കെ? മനുവിന്. ആ മനുവിൻ്റെ പുത്രി പറയാണ്, ദേവഹൂതി പറയാണ് എനിക്കിഷ്ടമാണ്. കാരണം കാട്ടിലാണ്, ജടാമുടിയൊക്കെ ഉണ്ട്, ഒരു കാവ്യമുണ്ടാണ് ഉടുത്തിറക്കണം, അല്ലെങ്കിൽ മരവുരിയാണ്. കാവ്യമുണ്ടൊന്നും അവിടെ കിട്ടില്ല, മരവുരിയാണ് ഉടുത്തിറക്കണത്. ചെറിയൊരു ആശ്രമമാണ്. അവിടുത്തെ കാര്യങ്ങൾ കണ്ടപ്പോൾ ഈ കുട്ടി എന്തുകൊണ്ട് അതിന് സമ്മതിച്ചു? ഒന്നാമത് നമ്മുടെ അച്ഛനും അമ്മയും ചെയ്യുന്ന കാര്യം നമുക്ക് നല്ലതേ ആവുള്ളൂ എന്ന് ഈ കുട്ടിക്ക് അറിയാം. കാരണം അല്ലെങ്കിൽ ഇത്രയും സ്വത്തുള്ള ഒരു വീട്ടിൽ നിന്ന് ഈ കുട്ടിയെ അങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മചൈതന്യം എത്രത്തോളം തീവ്രതമായിട്ടുള്ളതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞു ആ കുട്ടി അപ്പം തന്നെ എന്നുള്ള. അതുകൊണ്ട് ആ കുട്ടി സമ്മതം മൂളി. അങ്ങനെ ആ വിവാഹം ആ കാട്ടിൽ വെച്ച് നടത്തി കൊടുക്കണം. ഈ വിവാഹം ഇന്ന് അങ്ങനെ നടത്തുമ്പോൾ നമുക്ക് ശ്രീമൽ ഭാഗവത്തിൽ പറഞ്ഞു തരുന്ന ആദ്യോ വൈവാഹികോ വിധിപ്രകാരമുള്ള ആദ്യത്തെ വിവാഹമാണ് ഇവിടെ ശ്രീമൽ ഭാഗവത്തിൽ പറയണത്. നമ്മളിന്ന് സപ്താഹക്കാർ എന്ത് ചെയ്യണു? ഇതൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് രുക്മിണി സ്വയംവരം ഗംഭീരമായിട്ട് അങ്ങോട്ട് ആഘോഷിക്കണു. കൊട്ടും വാദ്യം മുത്തുക്കൊടി ഞാനും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല പറഞ്ഞത്. പക്ഷേ ഇത് കാണണം നമ്മൾ. ഇത് പറയുമ്പോൾ ഇത് പറഞ്ഞു കൊടുക്കും. ആദ്യോ വൈവാഹികോ വിധിപ്രകാരമുള്ള ആദ്യത്തെ വിവാഹമാണ് കാട്ടിൽ വെച്ചിട്ട് വെറും അച്ഛനും അമ്മയും വരനും വധു. വേണമെങ്കിൽ നമുക്ക് ബ്രഹ്മാവിനെ നാരദ മഹർഷി ആരെങ്കിലും ഒരാൾ സാക്ഷി വേണമല്ലോ, കൂട്ടാം. അത്രയേ ഉള്ളൂ. ബ്രഹ്മാവ് ഉണ്ടെന്ന് അങ്ങോട്ട് കൂട്ടുക നമുക്ക്. അത്രയും കൂടി അവിടെ പറയണില്ലേ, എത്രയേ ഉള്ളൂ. വധുവും വരനും, വധുവിൻ്റെ അച്ഛനും അമ്മയും. വരന് ആവശ്യമൊന്നുമില്ല. ഇന്ന് നമ്മൾ ചെയ്യണതോ കേവലം 5 പേര് മാത്രം പങ്കെടുത്താലും ഒരു വിവാഹമായി അല്ലേ. സാക്ഷികളൊക്കെ ആയിട്ട് നമ്മൾ ഇപ്പം രജിസ്റ്റർ ഓഫീസിലൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയുള്ളൂ. ശരിക്കും അങ്ങനെ മതി എന്ന ഒരു വിവാഹത്തിന് അത്രേ ചടങ്ങുള്ളൂ. ഒരു തുളസിമാല കൊണ്ടുവന്ന് മഹാദേവൻ്റെ മുമ്പിൽ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ കെട്ടിയാലും അത് വിവാഹമായി. 5000 പേരെ ക്ഷണിച്ച് വരുത്തി അതിൽ 1000 1500 പേര് പങ്കെടുത്ത് ബാക്കിയുള്ള ആൾക്കാരുടെ ഭക്ഷണം കുഴിവെട്ടി ആ ക്ഷമയോടുകൂടി ഇരിക്കുന്ന ഭൂമിദേവിയെ കുഴിച്ചു മാന്തി അതിലിട്ട് കൊടുക്കുക. അതല്ലേ നമ്മൾ കാണുന്ന ആദ്യോ വൈവാഹികോ വിധിപ്രകാരമുള്ള ആദ്യത്തെ വിവാഹമാണ് കർദമ്മ പ്രജാപതിയുടെയും ദേവഹൂതിയുടെയും. അല്ലാണ്ട് രുക്മിണി സ്വയംവരം ഒന്നും അല്ല കേട്ടോ. അതൊക്കെ കുറേ കഴിഞ്ഞ് വരണതാ. ഭഗവാന്റെ ലീലയിൽ ഒന്നേ ഉള്ളൂ. രുക്മിണിയെ തനിക്ക് ആവശ്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത് പറയാൻ വയ്യ. രുക്മിണിക്കായിരുന്നു തന്നെ ആവശ്യം, സത്യഭാമയ്ക്കായിരുന്നു തന്നെ ആവശ്യം, ജാമ്പവതിക്കായിരുന്നു തന്നെ ആവശ്യം. 16108 അല്ലെങ്കിൽ 108 എന്ന് പറഞ്ഞ അഷ്ടപത്നികളാണ്, അല്ലെങ്കിൽ അഷ്ടപ്രകൃതികളാണ്. അവർക്കെല്ലാവർക്കും ആയിരുന്നു ഭഗവാനെ വേണ്ടത്. ഇതൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് ഭഗവാനെ വേണ്ട എന്നുള്ളതാണോ? അല്ല, വേണം എന്നുള്ള. അതുകൊണ്ടാണല്ലോ ഇത്രയെങ്കിലും ആൾക്കാർ നമുക്കിവിടെ ഉണ്ടാവണത്. ഭഗവാനെ വേണം, അങ്ങനെ നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളത്. അങ്ങനെ ആ വിധിപ്രകാരം വിവാഹമൊക്കെ കഴിച്ചു കൊടുത്തു. ഭഗവാന്റെ
കർദമൻ ഇപ്പം 2 തരത്തിലുള്ള ഭജനയാണ് നമുക്ക്. എന്താ? നിഷ്കാമ ഭജന, സകാമ ഭജന. നിഷ്കാമ ഭക്തി, സകാമ ഭക്തി. അപ്പോൾ സകാമ ഭക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ആഗ്രഹത്തോട് കൂടിയിട്ട് നമ്മൾ ഭജിക്കുന്നുണ്ടെങ്കിൽ അതാണ് സകാമ ഭക്തി. നിഷ്കാമ ഭക്തി പറഞ്ഞാൽ ഒരാവശ്യമില്ല. ഇപ്പൊക്കെ നമ്മളിവിടെ ഇരിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയണതാ. ഇവരൊക്കെ ഭജിക്കണത് എന്തിനാ? ഒന്നും ആഗ്രഹം ഉണ്ടായിട്ടില്ല, എല്ലാം ഭഗവാൻ ഉണ്ട്. ഇപ്പോൾ സൈചേച്ചിയൊക്കെ എത്ര സപ്താഹം നടത്തുന്നുണ്ട് അല്ലേ? ഇപ്പം മമ്മിയൊരു അത് അതിഗംഭീരമായിട്ടുള്ളൊരു സപ്താഹം നമ്മൾ നടത്തി. എന്താ അവരുടെ ആവശ്യം എന്ന് ആരോ അവരോട് ചോദിച്ചു അത്ര. അവർ പറഞ്ഞു എനിക്ക് ഒരാഗ്രഹവും ഇല്ല, സപ്താഹം അങ്ങനെ നടത്തുക, അതിൽ ഞാൻ ഒരു സന്തോഷം കണ്ടെത്തണോ, അതല്ലേ നല്ല ഉത്തമയായിട്ടുള്ളൊരു ഭക്ത. ഒരു കാര്യം അവർക്ക് ആവശ്യമില്ല, ജീവിതത്തിലെല്ലാം ഭഗവാൻ കൊടുത്ത്. എന്നിട്ടും നമ്മൾക്ക് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഭഗവാനെ ഭജിച്ചാൽ നമുക്ക് കിട്ടുമോ? അതോ കിട്ടിയതും കൂടിയും പോവുമോ? ഒന്നിനും വേണ്ടിയല്ല, ഒരു സന്തോഷം. ഇപ്പോൾ ഭാഗവത സത്രം, അഖില ഭാരത സത്രം 41ാമത്തെ നടത്തണു. അവരെന്തെങ്കിലും ഇതിൻ്റെ പിന്നിൽ ഒരു സതുദ്ദേശം ഉദ്ദേശിച്ചാവും ചെയ്യണം. എന്താ? ഭഗവത് കഥകൾ ആരെങ്കിലുമൊക്കെ വന്നിരുന്ന് കേട്ടോട്ടെ, അതൊരു സൽക്കർമ്മല്ലേ അല്ലേ? അതിൽ മാക്സിമം നമ്മൾ എന്താ വേണ്ട, എല്ലാവരും സഹകരിക്കുക, പങ്കെടുക്കുക എന്നുള്ള. അപ്പോൾ ആദ്യമോ വൈവാഹികോ വിധി എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് ബലേച്ചോട് കൂടിയിട്ടുള്ള ഒരു സ്തുതിയായിരുന്നു. ഈശ്വരാ കൃഷ്ണ, സമയമൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഭഗവാന് കപിലൻ്റെ ആഗ്രഹം അല്ല, ഈ കർദമ പ്രജാപതിയുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തു. പറഞ്ഞു, അങ്ങേക്ക് എന്നെ സേവിച്ചാൽ ഫലമുണ്ട്, നമുക്ക് തരണതാ. ഈ കർദമ പ്രജാപതിക്ക് അതിൻ്റെ ആവശ്യമില്ല, എന്നെ സേവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഫലം ഉണ്ട്, അതിന് ഒട്ടും ഒരു കുറവും ഞാൻ വരുത്തില്ല. അതുകൊണ്ട് അങ്ങ് ദേവഹൂതി വിവാഹമൊക്കെ കഴിച്ച് ഇവിടെ താമസിക്കുമ്പോൾ അങ്ങേക്ക് 9 പെൺകുട്ടികൾ ഉണ്ടാവും. ഭഗവാന്റെ കണ്ണിന്ന് കണ്ണുനീര് വീണിട്ടുള്ള ആ സരസിൻ്റെ പേരാണ് ബിന്ദു സരസ്. 9 പെൺകുട്ടികൾ ഉണ്ടാവും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ കർദമ പ്രജാപതി ദേവഹൂതിയെ വിവാഹം കഴിച്ചതിന് ശേഷം 9 വർഷക്കാലം എന്ന് പറയുന്നുണ്ട് ചില ആചാര്യന്മാർ. ഈ ഭാര്യയുടെ മുഖത്തേക്കൊന്നും നോക്കിയ പോലും ഇല്ല. നമ്മുടെ പെൺകുട്ടികളാണെങ്കിലത്തെ സ്ഥിതി എന്താ? പെൺകുട്ടികൾ നമ്മുടെ എന്നല്ല, ഏതെങ്കിലും ഒരു കുട്ടികളാണെങ്കിലോ. ഇതാണ് ഭാഗവതം പഠിക്കണം എന്ന് പറയണത്. ഭാഗവതം പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു വിവാഹ ജീവിതത്തിലേക്കൊക്കെ ഏർപ്പെടുകയാണെങ്കിൽ കുറേയൊക്കെ ക്ഷമാശക്തി ഉണ്ടാവും നമുക്ക്. എന്ത് വന്നാലും സഹിക്കാനുള്ളൊരു ക്ഷമ. ഇങ്ങനെ ഈ ദേവഹൂതി സഹിച്ചു, ക്ഷമിച്ചു. ആ കുട്ടി എന്താ കണ്ടത്? ആത്മചൈതന്യം മുറ്റി നിൽക്കുന്ന കർദമ പ്രജാപതി. അദ്ദേഹത്തോട് കൂടിയിട്ടുള്ളൊരു ജീവിതമാണ് എനിക്ക് എന്നുണ്ടെങ്കിൽ നാളെ എനിക്കും മോക്ഷത്തിന് അർഹതയാവാതെ അത്ര മാത്രമേ ആ കുട്ടി ശ്രദ്ധിച്ചിട്ടുള്ളൂ. എന്നിട്ടും ഈ 9 വർഷക്കാലം കർദമ പ്രജാപതി ഈ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയില്ല. എന്താ കാരണം? നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്നോടുകൂടി എപ്പോഴെങ്കിലും യോജിക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിൽ എത്തുന്നവരെ ആ കർദമ പ്രജാപതി ആ കാട്ടിൽ തൻ്റെ തപസ് ചെയ്തു. അപ്പോൾ 9 കൊല്ലം ഈ ഭർത്താവിനെ ശുശ്രൂഷ ചെയ്തുപോലെ സാക്ഷാൽ മഹാദേവൻ പരമേശ്വരനെ പാർവതി ഏതുപോലെ പൂജിക്കണോ ആദരിക്കണോ അതുപോലെയാണ് കർദമ പ്രജാപതിയെ ദേവഹൂതി പരിപാലിച്ചത്. സന്തോഷിക്കാതിരിക്കുമോ? 9 കൊല്ലക്കാലം ആ സേവനം, ദേവഹൂതിയുടെ സേവനം ഏറ്റുവാങ്ങിയിട്ടുള്ള കർദമ പ്രജാപതി 9 വർഷത്തിന് ശേഷം ഈ പെൺകുട്ടിയുടെ മുഖത്തൊക്കെ ഒന്ന് നോക്കിയെന്ന. അന്ന് മനും ശതരൂപിയും കൂടി ദേവലോകത്തുനിന്ന് വന്ന് തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ പെൺകുട്ടി നല്ലൊരു പട്ടുപാവാടയൊക്കെ ചുറ്റി ആഭരണങ്ങൾ സ്വർണ്ണാഭരണ വിഭൂഷിതയായി ഓം നമോ ഭഗവതേ വാസുദേവായ. 41ാമത് അഖില ഭാരത ശ്രീമൽ ഭാഗവത സത്രം ഗുരുവായൂർ പെരുന്തട്ട ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ 19-ാം തീയതി മുതൽ ആരംഭിച്ചു. ഇന്ന് 4ാം ദിവസമാണ്. ധാരാളം ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന ഈ മഹായജ്ഞം രാവിലെ മഹാഗണപതി ഹോമത്തോടുകൂടി തുടങ്ങി ശ്രീമൽ ഭാഗവത മൂലപാരായണം, തുടർന്ന് 9 മണി മുതൽ പ്രഭാഷണം, ഉച്ചയ്ക്ക് 1 മണിക്കൂർ നാരായണീയ പാരായണം, വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം രാത്രി 9 മണിയോടുകൂടി പ്രഭാഷണം.
ദേവഹൂതി അന്ന് കർദമ പ്രജാപതി കണ്ടിട്ടുണ്ട്. നല്ല ദേവലോകത്ത് നല്ല സുന്ദരിയായിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പം ആ കുട്ടിയുടെ സൗന്ദര്യം വർണ്ണിക്കണം എന്നുണ്ടെങ്കിൽ യാം ഹർമ്മപൃഷ്ഠേ ഗുണതക്രിശോഭാം വിക്രീഡിനിം കന്തുക വിഖ്വലാക്ഷിം വിശ്വാവസുർണപതൽ സ്വാൽ വിമാനാൽ വിലോക്യ സമ്മോഹ വിമൂഢചേത. ദേവഹൂതിയുടെ സൗന്ദര്യം കണ്ടിട്ട് വിശ്വാവസു എന്ന ഗന്ധർവൻ വിമാനം വഴി പോകുമ്പോൾ താഴെ വീണു എന്ന്. അപ്പം നമുക്ക് തോന്നും, സ്ത്രീകളുടെ സൗന്ദര്യം അങ്ങനെയൊക്കെ ആസ്വദിക്കാൻ പാടുമോ? പിന്നെ സൗന്ദര്യം ആസ്വദിക്കാനുള്ളത് തന്നെ. കണ്ടതിനെ വീണ്ടും കാണണം എന്ന് പറയുമ്പോഴാണ് അത് ആസക്തിയാവണത്. അപ്പോഴാണ് ഈശ്വരന് ഇഷ്ടമല്ലാതിരിക്കുക. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അത് ആസ്വദിക്കാനുള്ള സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ. അല്ലെങ്കിൽ ഗന്ധർവൻ്റെ സൗന്ദര്യം, ഗന്ധർവനാണത്രേ ലോകത്തിൽ. നമുക്ക് ഒരു അധ്യായം വരുന്നുണ്ട് ഭാഗവത്തിൽ. സൗന്ദര്യം ഉണ്ടാവണമെന്നുണ്ട് ഗന്ധർവന്മാരെ ഭജിച്ചാൽ മതി എന്നാ, അല്ലേ? ദാമ്പത്യം നന്നാവണം കാര്യം ഭജിക്കേണ്ടത് സാക്ഷാൽ ഉമാമഹേശ്വരന്മാരെ. അങ്ങനെ ഓരോ കാര്യസാധ്യത്തിന് വേണ്ടി ഓരോ ഭഗവാന്മാർ. ആ ഗന്ധർവനാണ് ഇവിടെ ദേവഹൂതിയുടെ സൗന്ദര്യം ഒന്ന് കണ്ട് ആസ്വദിക്കാൻ വേണ്ടി വിമാനം താഴേക്ക് ഇറക്കിയെന്നുള്ള. അപ്പം നമുക്ക് തെറ്റിദ്ധാരണയൊന്നും വേണ്ട, സൗന്ദര്യം ആസ്വദിക്കാനുള്ളത് തന്നെയാണ്. പക്ഷെ ആ ആസ്വാദനം ആസക്തിയാവുമ്പോഴാണ് ഇന്ന് അനുഭവിക്കുന്ന പല ബുദ്ധിമുട്ടുകളും നമുക്ക് വരുന്നത് എന്നുള്ള. ഈ സൗന്ദര്യം കണ്ട് ആസ്വദിച്ചു. അത്രയ്ക്കും നല്ല കുട്ടിയായിരുന്നു. കാൽച്ചിലമ്പിൻ്റെ ശബ്ദം കേട്ട് കിടക്കുക, അരയ്ക്ക് താഴെ കിടക്കുന്ന നല്ല ചുരുണ്ട മുടികൾ, പട്ടുപാവാടൊടുത്ത് സ്വർണ്ണാഭരണ വിഭൂഷിതയായി അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ വന്നിട്ടുള്ള ആ കുട്ടിയെ അന്ന് കണ്ടിട്ടുള്ള കർദമ പ്രജാപതി പിന്നെ കാണുന്നത് എന്നാന്ന് ചോദിച്ചാൽ 9 വർഷങ്ങൾക്ക് ശേഷം. എന്താ കാരണം? കർദമന് എന്തുണ്ടായിരുന്നു? കർദമൻ എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും ഒരു യോഗിയായി കഴിഞ്ഞിറക്കണം. ആ യോഗിക്ക് എന്തുണ്ട്? യോഗ്യത ഉള്ളവരാണ് ആര്? യോഗി. ആ പെൺകുട്ടിയുടെ ചലനത്തിലോ ശബ്ദത്തിലോ രൂപത്തിലോ ഭാവത്തിലോ ഒന്നും ആകൃഷ്ടനാവാതെ ആ യോഗി എന്ന് പറഞ്ഞാൽ ആ തപസ്സി ആ കുട്ടിയെ ശ്രദ്ധിക്കാതെ തന്നെ ഈശ്വരനെ ശ്രദ്ധിച്ച് അവിടെ അങ്ങനെ ജീവിച്ചു. അതിന് കാരണം തന്നോട് കൂടി ചേരാൻ പ്രാപ്തയാകുന്നവരെ ആ കുട്ടിയെ എന്താ പറയുക, തന്നെ ഇനി നാളെ പരിചരിക്കേണ്ട ആളാണ്. പരിചരിച്ച് ശുശ്രൂഷിച്ച് അവളുടെ മനസ്സിന് പാകപ്പാവുമ്പോൾ വേണം ഞാൻ വിവാഹാദ ബന്ധങ്ങളിൽ ഏർപ്പെടാൻ അറിയണ ആ കർദമ പ്രജാപതി ഭഗവാന്റെ വാക്കുണ്ടല്ലോ, 9 പെൺകുട്ടികൾക്ക് ജന്മം നൽകും. അത് കഴിഞ്ഞാൽ 10ാമത് ഞാൻ തന്നെ അങ്ങേക്കൊരു കുട്ടിയായിട്ട് വരും ചെയ്യും. ഇതും പറഞ്ഞിട്ടാണ് ഇന്ന് ആ കണ്ണിന്ന് വെള്ളം ചാടിച്ച ബിന്ദുസരസ് അവിടെ തീർത്തിട്ടിട്ട് ഭഗവാൻ പോയി എടുക്കണത് എന്നുള്ള. ഈ ദേവഹൂതി എങ്ങനെയാണ് പരിപാലിച്ചതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, പാർവതി പരമേശ്വരനെ ഏതുപോലെ ശുശ്രൂഷിക്കണോ അതുപോലെ. അന്ന് ദേവലോകത്തുനിന്ന് വന്ന കുട്ടിയെ പിന്നെ കാണുന്നത് 9 കൊല്ലം കഴിഞ്ഞ് കാണുമ്പോൾ ഈ സൗന്ദര്യം ഉണ്ടോ ആ കുട്ടിക്ക്? നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, നല്ല എന്താ പറയുക ആഭരണങ്ങളും ഒക്കെ കെട്ടി കാണുമ്പോൾ കുറച്ചൊരു ചന്തം ഉണ്ടാവും അല്ലേ? നേരെ മറിച്ച് നമ്മൾ രാത്രി ആയാലോ, നമ്മുടെ കാര്യമാണ് പറയണം കേട്ടോ, നമ്മൾ ആഭരണങ്ങളൊന്നും നമുക്കപ്പോൾ വേണ്ട. എന്താ, നമുക്ക് സുഖമായിട്ടുള്ള ഉറങ്ങണം. ഒന്നും നമുക്ക് ആ ഉറക്കത്തിന് ഭഗവാനോട് കൂടി ലയിച്ച് കിടക്കുന്ന ആ സുഷുപ്തി അവസ്ഥ, അല്ലെങ്കിൽ നല്ല ഉറക്കം കിട്ടണമെങ്കിൽ എന്ത് വേണം? മറ്റുള്ള എല്ലാ ഭ്രമം നമുക്ക് പോകണം. എല്ലാം ഉപേക്ഷിച്ച് ആടയാഭരണങ്ങളോ സൗന്ദര്യ വസ്തുക്കളോ ഒന്നും വേണ്ട, എല്ലാം ഉപേക്ഷിച്ച് ഭഗവാന്റെ 2 നാമം ചൊല്ലി സുഖമായിട്ട് അങ്ങോട്ട് കിടന്നാൽ എന്തായി? നല്ല ഉറക്കം നമുക്ക് കിട്ടുന്നുള്ള. അത് ഈ കുട്ടിയെ കണ്ടപ്പോൾ അന്നത്തെ സൗന്ദര്യം എന്നല്ലേ, കുട്ടി എല്ലും തോലും അയർന്നു, നല്ല ഭക്ഷണമില്ല, നല്ല വസ്ത്രങ്ങളില്ല. തനിക്ക് തൻ്റെ പട്ടുവസ്ത്രങ്ങളൊക്കെ ഒന്ന് അമ്മയുടെ അടുത്ത് ഉപേക്ഷിച്ച് കൊടുത്തതാണ്. പിന്നെ ആ കാട്ടിൽ ഭർത്താവിന് അനുയോജ്യമായിട്ടുള്ള വസ്ത്രം ധരിച്ചു മരവരിയൊക്കെ ചുറ്റിയാൽ നടക്കണം ഈ കുട്ടി. വല്ല ആവശ്യമുണ്ടോ? ഇന്നത്തെ പെൺകുട്ടികളോടൊന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമല്ലേ ഇത്? ലോകത്തിൻ്റെ മൊത്തം അധിപതിയായിരിക്കുന്ന മനുവിൻ്റെ പുത്രി എങ്ങനെ 9 കൊല്ലക്കാലം ഭർത്താവിനെ ശുശ്രൂഷിച്ചു? ഒരു പരാതി ഉണ്ടായിരുന്നില്ല, ഒരു കംപ്ലൈൻറ്റും ഉണ്ടായിരുന്നില്ല. അത് വേണം ഇത് വേണം എന്നൊന്നും. ഇന്ന് നമ്മുടെ കുട്ടികളോ അതൊന്നും പറയാതെ അതിനാണ് ഇതേമാതിരിയുള്ള സത്സംഗങ്ങളിലൊക്കെ കുട്ടികളെ കൊണ്ടുവരൂ എന്ന് പറഞ്ഞാൽ 35 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾ വേണം ശ്രീമൽ ഭാഗവതം കേൾക്കാം. അതിൻ്റെ അപ്പുറമുള്ളവരൊക്കെ ഒരുവിധമൊക്കെ നന്നായി വരാം, അവർക്കൊക്കെ കുറച്ചറിയാം അല്ലേ? 40-50 വയസ്സായവർക്കൊക്കെ 35 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾ വേണം ഇതൊക്കെ കേട്ട് മനസ്സിലാക്കുക, അവരുടെ കുട്ടിയെങ്കിലെങ്കിലും നന്നാവാൻ വേണ്ടിയിട്ട് എന്നുള്ള. അങ്ങനെ ആ ദേവഹൂതിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. ആ ദേവഹൂതിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ വിഷമം വന്നു. എന്താ വെച്ചാൽ അന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, വന്നന്ന് എന്തൊരു സൗന്ദര്യമായിരുന്നു. അപ്പോൾ എന്ത് പറഞ്ഞു? കുട്ടി പോയിട്ടൊന്ന് കുളിച്ചു വരും. അതിനാണ് ഭഗവാൻ അവിടെ ആ തടാകം തൻ്റെ കണ്ണുനീരുകൊണ്ട് ബിന്ദുസരസ് അവിടെ നിർമ്മിച്ചു വെച്ചത്. ആ തടാകത്തിൽ പോയി കുളിച്ചു വരുമെന്ന് പറഞ്ഞു. ആ തടാകത്തിൽ പോയി കുളിച്ചു വന്നപ്പോൾ ഈ കുട്ടി അന്ന് ദേവലോകത്തുനിന്ന് എങ്ങനെ വന്നു,
അതേപോലെ സുന്ദരിയായി എന്ന്. അവിടേക്ക് എന്തായി? ആ തടാകക്കരയിൽ കൊട്ടാരങ്ങൾ വന്നു. ആ കുട്ടിയെ സർവാഭരണ വിഭൂഷിതയായിട്ട് അലങ്കരിക്കാനുള്ള. അപ്പോൾ ഭഗവാനെ ഭജിച്ചാൽ നമുക്ക് കിട്ടാത്തത് എന്താ ഉള്ളത്? ആ കുട്ടിക്ക് അന്ന് അച്ഛനും അമ്മയും എങ്ങനെയൊക്കെ അനുഭവിക്കാൻ കൊടുത്തു, അത് മുഴുവൻ സ്വന്തം ഭർത്താവായിട്ടുള്ള കർദമ പ്രജാപതിയെ വേണ്ട പോലെ ശുശ്രൂഷിച്ചപ്പോൾ അതൊക്കെ വീണ്ടും ഭഗവാൻ ആ കുട്ടിക്ക് കൊടുത്ത് അവിടെ അങ്ങോട്ട് അനുഗ്രഹിച്ചു എന്നുള്ള. നല്ല സുന്ദരിയായിട്ട് അന്ന് വന്നിട്ടുള്ള കുട്ടിയുമാരെ നിന്നു. അപ്പോൾ തനിക്ക് തൻ്റെ ശരീരത്തിനെ ഒന്നങ്ങനെ വീക്ഷിച്ചു. തൻ്റെ മനസ്സിന് നല്ല ധൈര്യമുണ്ട്. അല്ലെങ്കിൽ ഇപ്പോഴും ഈശ്വരൻ ഇറങ്ങിപ്പോയിട്ടില്ല, എൻ്റെ മനസ്സൊന്നും ഞാൻ ഈശ്വരനെ ഇറങ്ങിപ്പോവാൻ സമ്മതിക്കില്ല എന്നുള്ള നല്ല ദൃഢവിശ്വാസം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. അത് കർദമ പ്രജാപതിക്കുണ്ട്. പക്ഷേ ഈ കുട്ടിയോടുകൂടി രമിക്കണമെങ്കിൽ തൻ്റെ ഈ ശരീര സൗന്ദര്യം ഇങ്ങനെ ആയാൽ പോരല്ലോ. അതുകൊണ്ട് എന്താ, ആ ധ്യാനയോഗത്തിൻ്റെ ഫലം, തീവ്രമായിട്ടുള്ള ഭക്തിയുടെ ഫലം അദ്ദേഹത്തിന് സ്മരണ മാത്രയിൽ അദ്ദേഹം സുന്ദരനായി തീർന്നു എന്നാണ്. ഈ കുട്ടിയോടുകൂടി രമിക്കാൻ യോഗ്യതയുള്ള, അതും ഒരു ശരീരമല്ല 9 ശരീരം എടുത്തു എന്നുള്ളതാണ്. 9 ശരീരം എടുത്തു. പിന്നെ എന്താ, കാമകം എന്ന് കേൾക്കാം. അവിടെ ഒരു വാക്ക് കേൾക്കാം. അവിടെ മാനസേ വൈശ്രംഭകേ സുരസനേ നന്ദനേ പുഷ്പഭദ്രകേ മാനസേ ചൈത്രരഥ്യേ ച സരേമേ രാമയാരഥ. അങ്ങനെ എന്തു വിചാരിച്ചു? ഈ പറയുന്ന സ്ഥലത്തിലൂടെ ഒക്കെ പറക്കാൻ പറ്റിയിട്ടുള്ള ഒരു വിമാനം. കാമകം എന്ന് പറഞ്ഞിട്ട് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ താൻ എന്താഗ്രഹിക്കണോ അപ്പം അത് വിമാനം വഴിക്ക് പോകണം എന്നുള്ളത് ആഗ്രഹിക്കുകയാണെങ്കിൽ അപ്പം അവിടെ ഒരു വിമാനം വന്നിക്കണു. എന്താ കാരണം? നമുക്കൊക്കെ ഇന്ന് സാധ്യമാവുണ്ട് അത്, ഇല്ലേ? ഫ്ലൈറ്റിൽ പോകണം എന്ന് വിചാരിച്ചാൽ നമുക്ക് സാധ്യമാവുണ്ട്. എങ്ങനെ സാധ്യമാവണു? ഈശ്വരനെ വേണ്ട പോലെ ഭജിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള സാമ്പത്തിക അനുമതി ഭഗവാൻ തന്ന് നമ്മളെയൊക്കെ അനുഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കാനിട്ടാ. അപ്പോൾ ഇതേപോലെ ഈശ്വരനെ ഭജിച്ചപ്പോൾ എന്താ, കാമകം, അനുഗ്രഹം. അതുകൊണ്ട് വിമാനം വന്നു. ആ വിമാനമാർഗ്ഗം അവർ പോയി അനവധി സ്ഥലങ്ങളിൽ ചുറ്റി വന്നു. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് കുറേ വിമാനയാത്ര ചെയ്തപ്പോൾ എന്തായി, മതിയും തോന്നി. അവർക്ക് എന്തായി, ഭൂമിയിൽ വരണം തോന്നി. ഭൂമിയിൽ വന്നപ്പോൾ എന്താ, കൊട്ടാരമായി. നമ്മളും അങ്ങനെ തന്നെയല്ലേ, യാത്ര പോയി ഇടത്തിൽ തന്നെ നിൽക്കുമോ? ഇല്ല. ആ സന്തോഷമൊക്കെ അനുഭവിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് വീട്ടിൽ തന്നെ വരണം. അതുപോലെ ഇവർ വന്നു. അപ്പോൾ അവിടെ വലിയൊരു കൊട്ടാരമായി നിന്നു. തങ്ങൾക്ക് എന്ത് വേണം അത് ഭഗവാൻ തന്ന് അങ്ങനെ അനുഗ്രഹിക്കുക. ഒരു കൊട്ടാരമായി. ആ കുറച്ച് ദിവസം ആ കൊട്ടാരത്തിൽ സുഖസൗകര്യങ്ങളോട് കൂടി താമസിക്കുമ്പോൾ എന്താ തോന്നണത്, ഇനി നമുക്ക് ക്രൂയിസർ ഷിപ്പിലൊക്കെ ഒന്ന് പോവാം തോന്നാറില്ലേ നമുക്ക്? അതേപോലെ വിചാരിച്ചിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ നമ്മൾ കൊടുക്കാം. ഇപ്പോൾ ജനുവരി 20-ാം തീയതിയോട് കൂടിയിട്ട് ഇപ്പോൾ പോയി കണ്ടോളൂ. വളരെ കുറച്ച് കാശ് ഈടാക്കണുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യും തന്നെയാണ് അന്നും ചെയ്തിറക്കണത് എന്നുള്ള. അപ്പോൾ കപ്പൽ മാർഗം സഞ്ചരിക്കണം എന്ന് തോന്നുമ്പോൾ എന്തായി, അവിടെ ആ കടൽ തീരത്ത് പോയപ്പോൾ അവിടെ ഒരു വലിയ കപ്പൽ. അപ്പോൾ എന്ത് നമ്മളുടെ ആഗ്രഹമുണ്ടോ അത് സാധിച്ചു തരുന്ന ആളാണ് ഭഗവാൻ. അത് ഈ കർദമ പ്രജാപതിയിലൂടെ നമ്മളെ മനസ്സിലാക്കി തരികയാണ്. അങ്ങനെ വലിയൊരു ഷിപ്പ് അവിടെ വന്നിക്കണു. ആ ജലക്രീഡകളൊക്കെ അവർ ചെയ്യണു. എന്നിട്ട് വന്ന് അവർ 9 പെൺകുട്ടികൾക്ക് ജന്മവും കൊടുത്തു എന്നുള്ളതാണ്. ഈ 9 രൂപം എടുത്ത് 9 പെൺകുട്ടികൾക്ക് ഈ കർദമ പ്രജാപതിയും ദേവഹൂതിയും 9 പെൺകുട്ടികളെ സൃഷ്ടിച്ചു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇനി കർദമ പ്രജാപതി അന്ന് ഭഗവാൻ അനുഗ്രഹിച്ച് പോണ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഭഗവാനെ എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങേ ഭജിക്കാനാണ്. പിന്നെ എന്തിന് ഞാൻ ഈ ഗൃഹസ്ഥാശ്രമം ആഗ്രഹിച്ചു എന്നുള്ളതാണെങ്കിൽ, ഗൃഹസ്ഥാശ്രമം എല്ലാ ആശ്രമങ്ങളിലും വെച്ചിട്ട് പ്രധാനമാണെന്ന് എനിക്കറിയാം. മാത്രമല്ല അങ്ങേ എനിക്ക് സ്വായത്തമാക്കണം. പിന്നെ എന്ത് ചെയ്യണം? എൻ്റെ ഗൃഹസ്ഥാശ്രമ ധർമ്മം ഞാൻ വേണ്ട പോലെ ആചരിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങയിൽ തന്നെ വരണം. അപ്പം ഗൃഹസ്ഥാശ്രമി എപ്പോഴാണ് സന്യാസാശ്രമം സ്വീകരിക്കേണ്ടതെന്നുള്ളതാണ്. പടിപടിയായിട്ട് വേണം നമ്മൾ കയറിപ്പോവാൻ. അല്ലെങ്കിലോ 1ാമത്തെ പടി ചവിട്ടാതെ ശബരിമലയിലെ 18ാമത്തെ പടി ചവിട്ടാൻ പറ്റുമോ? ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസാശ്രമം, ഇതാണ് വിധിപ്രകാരമുള്ള ആശ്രമങ്ങൾ, അല്ലേ? അപ്പം നമ്മളെല്ലാവരും ബ്രഹ്മചര്യ ആശ്രമം ചെയ്തതാണ്. എത്ര പണ്ടത്തെ കാലത്താണെങ്കിൽ കയറിക്കഴിഞ്ഞാൽ 10-15 കൊല്ലമുള്ളൂ. ഇപ്പോഴത്തെ കുട്ടികൾ 25-28 വയസ്സ് വരെ, ചുരുങ്ങിയത് 25 വയസ്സ് വരെ ബ്രഹ്മചര്യം അനുഷ്ഠിച്ച ഒരാൾക്കാണ് ഗാർഹസ്ഥ്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ അനുവാദമുള്ളൂ എന്നാണ്.
അപ്പോൾ നമ്മളൊക്കെ അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇത്ര തീവ്രമായിട്ട് ആലോചിച്ചിട്ടും കഠിനമായിട്ടുള്ള വ്രതങ്ങളൊന്നും നമുക്ക് എടുക്കാനും, എന്നാലും നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ. 30 തിങ്കളാഴ്ച എന്തിനാ നമ്മൾ ചെയ്തു തരണേ? നല്ലൊരു ഗൃഹസ്ഥാശ്രമം കിട്ടാൻ തന്നെയാണ് നമ്മുടെ അച്ഛനമ്മമാർ തിങ്കളാഴ്ച വ്രതം എടുക്കാൻ പറഞ്ഞേ, മഹാദേവനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞത് വെറുതെ അല്ല. ഗൃഹസ്ഥാശ്രമം നന്നാവണമെങ്കിൽ എന്ത് വേണം? പാർവതീ പരമേശ്വരന്മാർ വേണ്ട പോലെ ഭജിക്കണം. ഇതൊക്കെ നമുക്ക് അറിയാതെയാണെങ്കിലും നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട്, വെറും ഇളനീര് വെള്ളം ഒക്കെ കഴിച്ചിട്ട്. പക്ഷെ ഇത്ര കഠിനമായിട്ടുള്ള വ്രതമല്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് അതിൽ നിന്നും ഒക്കെ കിട്ടുന്നതിനേക്കാൾ സംതൃപ്തി എവിടെ ഞാൻ കാണുന്നു? ഈശ്വരനെ ക്രിയായോഗം കൊണ്ട് തപസ് ചെയ്ത് പൂജ ചെയ്ത് കിട്ടുമ്പോൾ അങ്ങയുടെ വരപ്രസാദം എനിക്ക് ഇനിയും വേണം. അതുകൊണ്ട് 9 പെൺകുട്ടികൾക്ക് ജന്മം കൊടുത്ത് ഞാൻ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചു കഴിഞ്ഞാലും ഞാൻ കാട്ടിലേക്ക് തന്നെ വരൂ കേട്ടോ. അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞത്, ഞാൻ അവിടെ പുത്രനായി തന്നെ വരാം. ഇനിയിപ്പോൾ അതിലും മീതെ എന്താ ഒരു ഭാഗ്യം വേണ്ടത്? അപ്പം നമ്മുടെ വീടുകളിലൊക്കെ ജനിക്കുന്ന ആൺകുട്ടികൾ സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ രൂപമായും, നമ്മുടെ വീട്ടുകളിൽ വന്ന് ജനിക്കുന്ന പെൺകുട്ടികൾ സാക്ഷാൽ മഹാലക്ഷ്മിയുടെ രൂപമായും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ള. ആ കുട്ടികളെ നമുക്കൊന്നും ഒരു കാര്യത്തിലും വഴക്ക് പറയാൻ പറ്റില്ല. വഴക്ക് പറയണം, അവരെ ശിക്ഷിക്കും വേണം, അവർ തെറ്റ് ചെയ്താൽ. പക്ഷെ അങ്ങനെ കാണുമ്പോൾ ഇത് ഈശ്വരനെയാണോ ഞാൻ അടിക്കണം, ഈശ്വരനെയാണോ ഞാൻ ചീത്ത പറയണം, അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ കാണുമ്പോൾ നമ്മളിത് ഈശ്വരനെയാണ് പറയുമ്പോൾ ഇത് ലക്ഷ്മിയാണോ ഞാൻ അവമാനിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് സാധിക്കുമോ? ഇല്ല. അപ്പോൾ എല്ലാവരോടും എന്തേ വരല്ലോ, നമുക്ക് മുഖപ്രസാദത്തോടു കൂടി മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. അങ്ങനെ ഈ 9 പെൺകുട്ടികൾക്ക് ജന്മം കൊടുത്തു. അദ്ദേഹം അങ്ങനെ പോകാൻ തുടങ്ങി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആരോട് പറഞ്ഞിട്ടുണ്ട്? ദേവഹൂതിയോട് പറഞ്ഞിട്ടുണ്ട് കർദമ പ്രജാപതി. അദ്ദേഹം എന്നെ കാട്ടിലേക്ക് വീണ്ടും പോകാൻ തുടങ്ങുമ്പോഴാണ് പറയണത്, പോവാറായിട്ടില്ല, ഈ 9 പെൺകുട്ടികളെ വിവാഹം ചെയ്യിച്ചു കൊടുക്കണം. മാത്രമല്ല 10ാമത് ഭഗവാൻ തന്നെ ഇവിടെ വന്നിട്ട് അവതരിക്കുന്നും പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞതിൻ്റെ അങ്ങ് എങ്ങോട്ടാണ് പോണത്? എന്ത് കാട്ടും ഞാൻ ഈ 9 പെൺകുട്ടികളെ പറ്റില്ല എന്ന് പറഞ്ഞ് കൈപിടിച്ച് നിർത്താനുള്ള ആ ഒരു ഇത് ആര്? ദേവഹൂതി തൻ്റെ ഇടം കാണിച്ചു എന്നുള്ള. ശരി, എന്നാൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നിന്നു. ഭഗവാൻ കപിലൻ എന്ന് പറയുന്ന ആ കപിലാവതാരം നമുക്ക് അവിടെ അനുസ്മരിക്കാം. ആ കപിലാവതാരം ഭഗവാൻ സ്വച്ഛന്ത ശക്തിയും സകല നിയന്താതാവും പ്രകൃതി പുരുഷ ഭാവനും സർവജ്ഞനും കാലസ്വരൂപിയുമായ ഭഗവാനെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നുള്ള ആ ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ആ ഭഗവാൻ അവിടെ വന്ന് അവതരിക്കുന്നത് എന്നുള്ള. അങ്ങനെ ഈ 9 പെൺകുട്ടികളെ അവിടെ വിവാഹം കഴിച്ചു കൊടുക്കേണ്ട ഒരു ചുമതലയുണ്ട്. ആർക്ക്? അച്ഛനമ്മമാർക്ക് അല്ലേ. അപ്പോൾ ഈ ദേവഹൂതിയും കർദമ പ്രജാപതിയും കൂടി ഈ 9 പെൺകുട്ടികൾ, ഭഗവാനും ഒപ്പമുണ്ട്. അങ്ങനെ 9 പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുത്തു. ഭഗവാൻ തന്നെയാണ് തൻ്റെ ഗൃഹത്തിൽ വന്ന് അവതരിച്ച് എന്നുള്ള ബോധ്യം വന്ന കർദമ പ്രജാപതി ഭഗവാനെ തന്നെ സദാ കണ്ടുകൊണ്ടിരിക്കുന്ന, ആ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ രൂപം തന്നെയാണ് തനിക്ക് തൻ്റെ ഗൃഹത്തിലും വന്ന് അവതരിച്ചിരുന്നതെന്നുള്ളത് അറിഞ്ഞിട്ടുള്ള ആ കർദമൻ എന്ത് ചെയ്തു? ഭഗവാന്റെ മുമ്പിൽ പോയിട്ട് അവിടെ നമസ്കരിക്കുകയാണ്. നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഭഗവാനെ ഞാൻ പൊക്കോട്ടെ ഇനി. ഭഗവാനൊന്നും മിണ്ടുന്നില്ല, മുഖത്തേക്ക് നോക്കണേ ഉള്ളൂ. ചിരി കണ്ടു ഭഗവാന്റെ, പുഞ്ചിരിയാണല്ലോ മായ, അതിൽ പെടുത്തുകയാണ്. പറഞ്ഞു, അച്ഛന് ഗൃഹത്തിൽ നിന്ന് കിട്ടാത്ത സന്തോഷമാണ് കാട്ടിൽ പോയാൽ കിട്ടണമെന്നുണ്ടെങ്കിൽ പൊക്കോളൂ എന്ന് പറഞ്ഞു. ഒരാളും പിടിച്ചു വയ്ക്കണില്ല ആരെയും. ഗൃഹത്തിൽ നിന്ന് അനുഭവിക്കാൻ പറ്റാത്ത എന്തോ ഒരു സുഖം കാട്ടിൽ പോയി ഒറ്റയ്ക്ക് തപസ് ചെയ്യുമ്പോൾ അച്ഛൻ അത് അനുഭവിച്ച ആളാണ്. അതുകൊണ്ട് അതിൽ നിന്നാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ പൊയ്ക്കോളൂ എന്ന് വരിച്ച് നമ്മൾ കാട്ടിൽ പോകണം എന്നല്ല പറയണം. നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ, മൗനിയായിട്ടിരിക്കുമ്പോൾ, നമ്മൾ ഈശ്വരൻ്റെ കാര്യങ്ങളിങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ആനന്ദ കണ്ണീര് നമുക്ക് വരും ഇല്ലേ. അത് അനുഭവിക്കാൻ കിട്ടുന്ന അത്ര സുഖം ഒരുപക്ഷെ നമ്മുടെ മക്കളോ നമ്മുടെ പേരക്കുട്ടികളോ അടുത്ത് വന്നാൽ കിട്ടിയെന്ന് വരില്ല. അതെങ്ങനെ വേണം? അത്രത്തോളം നമ്മൾക്ക് തീവ്രമായിട്ടുള്ള ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ആനന്ദ കണ്ണീര് നമുക്ക് ചാടുള്ളൂ എന്നുള്ള. അതല്ലെങ്കിൽ എന്തായി? ഇവരെ മക്കളായും മരുമക്കളായും പേരക്കുട്ടികളായും ഒക്കെ കാണാൻ നമുക്ക് പറ്റും. നേരെ മറിച്ച് ഭഗവാനായിട്ട് കാണുമ്പോൾ ഓരോ സുഖസൗകര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് തരുമ്പോൾ നമുക്ക് തോന്നുമോ ഇത് ആര് തന്താ? ഇതൊക്കെ ഭഗവാൻ തന്നത്, എല്ലാം ഭഗവാന്റെ, ഞാനും ഭഗവാന്റെ. ഭഗവാനല്ലാതെ ഇവിടെ വേറൊന്നുമില്ല. ചലിക്കുന്ന കാറ്റ്, നമ്മൾ ശ്വസിക്കുന്ന വായു, നമുക്ക് ശബ്ദതരങ്ങൾ തരുന്ന ആകാശം,
നമ്മളുടെ ഭക്ഷണം കഴിച്ചാൽ നമുക്കത് ദഹിക്കാനുള്ള ജഠരാഗ്നി, മലമൂത്ര വിസർജനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ അവയവങ്ങളെ കൂടിയിട്ടുള്ള അവയവദാനം തന്ന് നമ്മളെ അനുഗ്രഹിച്ചിട്ടുള്ള ജഗദീശ്വരൻ, ഇതൊന്നും ഇല്ലാത്തവരെ പറ്റിയിട്ടുള്ള അവരുടെ ദുഃഖങ്ങളെ പറ്റിയിട്ട് നമ്മൾ ഈ ലോകത്ത് കാണുന്നില്ലേ? അപ്പം നമ്മളൊക്കെ എത്രത്തോളം അനുഗ്രഹീതരായിട്ടുള്ള ജന്മമാണ് നമ്മൾ കാണാം അല്ലേ? ഒരു കുട്ടി മഞ്ഞളാല അവിടെ പരിസരത്തിരുന്നായിരുന്നു, കൈ കുത്തി വന്ന് അവിടെ നിന്ന് വലതും യാചിച്ച കുട്ടി കഷ്ടിച്ച് ഗുരുവായൂരമ്പലത്തിൻ്റെ നട വരെ എത്തിത്തുടങ്ങി. ഒരു കൈ കൊണ്ട് കുത്തി അങ്ങനെ ഓടി വരണു. അതിനെ കാണുമ്പോൾ അതിനൊരു 10 രൂപ കൊടുത്ത് സഹായിക്കുകയാണോ വേണ്ടത്? അവിടെ ഭണ്ഡാരത്തിൽ കൊണ്ടിടുകയാണോ വേണ്ടത്? ഭണ്ഡാരത്തിൽ ഇട്ടുണ്ടെങ്കിൽ വിരോധമൊന്നുമില്ല, വേണ്ടാന്നല്ല പറയണ, കാര്യങ്ങൾ നടക്കാൻ അതൊക്കെ ആവശ്യമാണ്. പക്ഷേ ആരുടെ ആ ഒരു ദുഃഖത്തിലും ആ ഒരു വിഷമത്തിലും നമ്മളെയൊക്കെ എല്ലാവിധ അവയവ തന്ന് അനുഗ്രഹിച്ചിട്ടുള്ള ആ ഭഗവാനെ, ഇതിനും ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ അതിനെ നല്ലൊരു ജന്മാക്കി കൊടുക്കണേ. അതുകൊണ്ട് ഒരു ഗ്ലാസ് ചായ 10 രൂപ അല്ലേ അതൊരു ചായ കിട്ടുമോ? 1 രൂപയൊന്നും വലിച്ചെറിഞ്ഞിട്ട് കൊടുക്കരുത്, അതിന് കൊടുത്തിട്ട് പോകും. അതാണ് ഏറ്റവും വലിയ ഈശ്വരപ്രസാദം. വിശക്കുന്ന ഒരാൾക്ക് അന്നം വാങ്ങി കൊടുക്കാൻ നമുക്ക് സാധിച്ചു എന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയൊരു ഈശ്വരപ്രസാദം. അന്നദാനം മഹാദാനം അല്ലേ? അന്നദാനത്തിനോളം ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ദാനം നമുക്കിന്ന് ഈ ലോകത്തിൽ കാണാനില്ല. വിശക്കുന്നവന് ഒരു പിടി ചോറ്, കഴിക്കാനുള്ളവനല്ല കൊടുക്കേണ്ടത്, കഴിക്കാനില്ലാത്തവനാണ് കൊടുക്കേണ്ടത്. അതും വിചാരിച്ച് നമുക്കങ്ങനെ, നമ്മൾ രാവിലെയൊക്കെ വന്നിരുന്നു പ്രഭാഷണങ്ങളോ പാരായണങ്ങളോ കേൾക്കാൻ വന്നിരുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ പെരുന്തട്ട മഹാദേവൻ ഒരുക്കി തന്നിട്ടുണ്ട് അല്ലേ? അതിലും നമ്മളൊരു ഭാഗവാക്കാവുക, ആ സൽപ്രവർത്തികളിൽ ഒരു ഭാഗവാക്കായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായി? നമ്മൾക്കും അതിൻ്റെ സൽഫലം നമ്മൾ ആശിക്കണ്ട, ബലേച്ഛ കൂടാതെ കാര്യങ്ങൾ ചെയ്യാനാണ് ഈശ്വരൻ പറഞ്ഞു തരുന്നത് എന്നുള്ള. അങ്ങനെ ഈ ദേവഗൗതിയുടെ ഭാഗ്യാതിരേകം ഭഗവാന്റെ അവതാരം വരാൻ വേണ്ടി മാത്രമായിരുന്നു. അല്ലാണ്ട് ഈ ദേവഹൂതി തന്നിട്ടുള്ള എല്ലാ സാമ്പത്തിക സൗകര്യങ്ങളും ഉപേക്ഷിച്ച് വരുമ്പോൾ എന്തുകൊണ്ട് ഈ കുട്ടിക്ക് തോന്നിയത്? ദേവകി വസുദേവന്മാർക്ക് തോന്നി തന്നെ, അതിലും ഒരുപടി ഉയർന്ന നിലപാടെന്ന് തോന്നാം ഈ ദേവഹൂതിയുടെയും കർദമ പ്രജാപതിയുടെയും പ്രകരണം. വാമനാവതാരം എടുത്തപ്പോഴും അവിടെ അതിഥി പ്രാർത്ഥിക്കുകയാണ് ഉണ്ടായത്. എന്താ? അങ്ങ് എൻ്റെ പുത്രനായി വരണമെന്ന്. അത് വ്യത്യാസമുണ്ട്. ദേവകി വസുദേവന്മാർ ശ്രീകൃഷ്ണാവതാരം വരാൻ വേണ്ടിയിട്ടും അവർ പ്രാർത്ഥിക്കുകയാണ് ഉണ്ടായത്. കൃഷ്ണഗർഭനായിട്ട് വരുമ്പോഴും അവർ പ്രാർത്ഥിക്കുകയാണ് ഉണ്ടായത്. ഇവിടെ അതല്ല. തങ്ങളുടെ ഭക്തി, തൻ്റെ ഭർത്താവിൻ്റെ ഭക്തി, ആ ഭക്തി കണ്ണ് നിറഞ്ഞ് പൊട്ടി ഒഴുകി ഭഗവാൻ സ്വയം പറയുകയാണ് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരാം. അതാണ് വ്യത്യാസമുണ്ട് ഓരോ അവതാരത്തിൽ. അപ്പോൾ കപിലാവതാരം പോലെ ഭഗവാൻ ഇങ്ങോട്ട്, വാമനാവതാരം പറഞ്ഞാൽ അതിഥി ആഗ്രഹിച്ചതിന് ആണ് അതിഥിക്ക് സ്വപ്നദർശനം കൊടുത്തിട്ട് പറഞ്ഞത് ഭഗവാൻ ഞാൻ അങ്ങയുടെ പുത്രനായി വന്നോളാം. ഇവിടെ അതൊന്നുമില്ല. അപ്പോൾ ആ ദേവഹൂതിയുടെ ഭാഗ്യാതിരേകം ആരിൽ നിന്ന് കിട്ടി? ഭർത്താവായിരിക്കുന്ന കർദമ പ്രജാപതിയിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ് നമുക്ക് ഭഗവാൻ കപിലൻ്റെ അവതാരത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്ന്. പിന്നെ സാഖ്യശാസ്ത്ര ഉപജ്ഞാതാവായിട്ടാണ് ഈ കപിലൻ അവതരിച്ചിരുന്നത്. എന്താ സാഖ്യശാസ്ത്രം എന്നുള്ളതൊക്കെ നമ്മളുടെ പ്രഭാഷണം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രഭാഷണത്തിലാണ് സാഖ്യശാസ്ത്രത്തിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഭക്തിയോഗത്തെ പറ്റിയിട്ടും ജ്ഞാനയോഗത്തെ പറ്റിയിട്ടും സാഖ്യശാസ്ത്രത്തിനെ പറ്റിയിട്ടും ഒക്കെ കൊടുക്കുന്ന ഉപദേശങ്ങളാണ് ഏത്? കപിലവാസുദേവൻ്റെ ഉപദേശം. അത് നമുക്കുള്ള വിഷയമല്ല, അതുകൊണ്ട് അത് പറയണമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ കർദമ പ്രജാപതിയോട് കാട്ടിൽ പോട്ടെ ഞാൻ ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു കാട്ടിൽ പൊക്കോളാൻ. ആ പോണ സമയത്ത് ഭാര്യയൊന്ന് നോക്കി എന്നുള്ള. എന്നിട്ട് പറഞ്ഞു ഒരിക്കലും നീ ഭാഗ്യഹീനയല്ല, നീ ഭാഗ്യമുള്ളവളാണ് നീ. അതുകൊണ്ടാണ് ഞാൻ കാട്ടിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ മകനായി, നമ്മുടെ മകനായി വന്ന ഇത് ഭഗവാൻ തന്നെയാണ്, യാതൊരു വ്യത്യാസമില്ല. ഭഗവാനിൽ നിന്ന് അന്യനായി ഈ ആളെ കാണരുത്, ഭഗവാൻ തന്നെയാണ്, എനിക്ക് തന്ന വാക്കാണ് ഞാൻ ഇവിടെ വരാമെന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് നിന്നെ പൂർണ്ണമായും ആ കൈകളിൽ ഉറപ്പിച്ച് എനിക്ക് പോകാൻ സാധിക്കും, ഞാൻ കാട്ടിലേക്ക് പോവുകയാണെന്നും പറഞ്ഞാണ് ആര്? കർദമ പ്രജാപതി വീണ്ടും കാട്ടിലേക്ക് തപസ്സിനായിട്ട് തന്നെ പോണത്. ഇവിടെ തൻ്റെ അച്ഛൻ അങ്ങനെ പോയി കഴിഞ്ഞാൽ, അച്ഛനെ എന്നെ ഭജിച്ച് തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഗൃഹസ്ഥാശ്രമം വേണം, നല്ലൊരു ഗൃഹസ്ഥാശ്രമം എന്ന് വിചാരിച്ചിട്ടാണ് ഭരിച്ചത്. അച്ഛൻ അത്രത്തോളം ആവശ്യമില്ല എന്ത് ഞാൻ എൻ്റെ ഉപദേശങ്ങളോ കാര്യങ്ങളോ. കാരണം എന്നെ തന്നെ സദാ ജപിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക്, മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എന്തിനാ പിന്നെ വേറൊരു വരം? അതാവശ്യമില്ല. പക്ഷെ അമ്മ അങ്ങനെയല്ല, അമ്മയ്ക്ക് അത്രത്തോളം ആയിട്ടില്ല എന്നുള്ളത് ആർക്കറിയാം? ഭഗവാൻ അറിയാം. അതുകൊണ്ടാണ് ഭഗവാൻ കപിലാവതാരമായി ആ സാഖ്യശാസ്ത്ര ഉപജ്ഞാതാവായി ആ ദേവഹൂതിയുടെയും
കർദമ പ്രജാപതിയുടെയും മകനായി അവിടെ അവതരിച്ചെന്നുള്ള ആ വാക്കുകളും പറഞ്ഞ് നമ്മളുടെ വാക്കുകൾ മഹാദേവൻ്റെ ഈ തൃപ്പാദത്തിൽ അവിടെ സമർപ്പിക്കുകയാണ്. ഈ ഒരു അവസരം തന്നിട്ടുള്ള ശ്രീമദ് ഭാഗവത സത്രസമിതിയുടെ സംഘാടകരോട് എത്രത്തോളം നന്ദി പറയണമെന്ന് ചോദിച്ചാൽ അറിയില്ല. കാരണം ഈ മുറ്റത്ത് കിടക്കുന്ന നമ്മൾ ഈ പ്രാവശ്യം സത്രത്തിൽ പ്രഭാഷണം ഉണ്ടാവില്ല എന്നുള്ളത് വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ മുറ്റത്ത് തന്നെ വന്നിട്ട് ചെയ്യാനുള്ളൊരവസരം മഹാദേവൻ നമുക്ക് ഒരുക്കി തന്നിരുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും വാക്കുകൾ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അറിവ് കേടായിട്ടും എന്തെങ്കിലും നല്ല വാക്കുകളുണ്ടെങ്കിൽ അത് ഗുരുവായൂരപ്പൻ്റെയും മഹാദേവൻ്റെയും വാക്കുകളാണെന്നും പറഞ്ഞ് എല്ലാ അമ്മമാരുടെയും സഹോദരന്മാരുടെയും സഹോദരികളുടെയും ഒക്കെ മുന്നിൽ ഞാനത് സമർപ്പിക്കണം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതി സ്വഭാവ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി.